السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ സയ്യിദ് അവർകൾ, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മോട് യാത്ര ചോദിച്ച സയ്യിദ് ഉമർ കോയ തങ്ങൾ, വേദിയുടെ കരുത്തനായ അധ്യക്ഷൻ എ വി മുസ്തഫ ഹാജി, സ്വാഗത ഭാഷണം നടത്തിയ കെ മുഹമ്മദ് ഫാറൂഖ് മാസ്റ്റർ, അതേപോലെ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ ഉലമാക്കൾ, ഉമറാക്കൾ, ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കണ്ടേ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹപര വിജയം നൽകി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും സമ്പാദ്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരട്ടെ. ഭക്ഷണം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയങ്കരനായ സാബിർ സാഹിബ് അബുദാബിയിൽ
ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു നമ്മുടെ സുഹൃത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഞാൻ ആദ്യമായി വിദേശത്തേക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയത് ബഹുമാനപ്പെട്ട സാബിർ കയുടെ കെയർ ഓഫിലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ വീട്ടിലും കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാട്ടൂൽ പഴയങ്ങാടി മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വലിയൊരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. ആലിമീങ്ങളെ സ്നേഹിക്കുകയും ഇൽമിനെ സ്നേഹിക്കുകയും ഉലമാക്കൾക്ക് നൽകേണ്ട പ്രാധാന്യം നൽകി അവരെ ആദരിച്ച് അവരെ ബഹുമാനിച്ച് ശക്തമായ ഇസ്ലാമിന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന നമ്മുടെ ഈ നാടിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തട്ടെ. വഴിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇല്ലെങ്കിലേ വഴി കൺജസ്റ്റഡ് ആണ്. ഒരു വണ്ടി കഷ്ടിച്ചു പോവാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരും ഇടയിലിരുന്ന് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കോ വ്യക്തികൾക്കോ തടസ്സമാവാതെ നമ്മുടെ മഹത്തായ സദസ്സിൽ ഇരിക്കണമെന്ന് ഞാൻ സദസ്സിനോട് അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് അറിയിക്കുകയാണ്. ഒന്നുണ്ടായിട്ടല്ല, ആ വഴി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവാതെ പ്രത്യേകം സൂക്ഷിക്കണം. മാട്ടൂൽ ഏരിയ SYS-ഉം മുസക്കാൻ പള്ളി ശാഖ SKSSF-ഉം കൂടി സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായ പരിപാടി ഷംസുൽ ഉലമ ഇസ്ലാമിക് ചാരിറ്റബിൾ സെന്റർ നമ്മുടെ നാട്ടിൽ തുടങ്ങണം. അതിനുവേണ്ടി ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കണം. എന്നിട്ട് ആ മഹത്തായ സ്ഥാപനത്തിന്റെ സൗധത്തിന്റെ നിർമ്മാണം തുടങ്ങണം. ആ ഒരു മഹത്തായ സ്ഥാപനം ഈ ദീനിന്റെ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന മഹത്തായ ചിന്തയോടെ നമ്മുടെ കർമ്മോത്സുകരായ ചെറുപ്പക്കാർ സജീവമായി ഏറ്റെടുക്കുകയും സാബിർക്ക് തന്നെ ഒരു 25,000 രൂപ നമ്മുടെ ഈ മഹത്തായ ചടങ്ങിലേക്ക് സംഭാവന ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ സുഹൃത്തിന്റെ ആ ഒരു സംഭാവന അള്ളാഹു സ്വീകരിച്ച് എത്രയാണോ നമ്മുടെ ദീനിന് വേണ്ടി നൽകിയത് അതിനല്ലാഹു ലക്ഷോപലക്ഷം ഇരട്ടി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ? സ്വദഖ അങ്ങനെയാണ്. അദ്ആഫൻ മുളാഅഫ എന്ന് പറഞ്ഞത്. അദ്ആഫൻ മുളാഅഫ. അദ്ആഫൻ എന്ന് പറഞ്ഞാൽ ഇരട്ടികൾ എന്നാണ്. ഒന്നിന്റെ ഇരട്ടി 2ആണ്. പക്ഷെ ഒന്നിന്റെ ഇരട്ടികൾ എന്ന് പറഞ്ഞാൽ 2ന്റെ ഇരട്ടി 4ആണ്. ഇരട്ടികൾ എന്ന് പറഞ്ഞാൽ 4 ആകാം, 6 ആകാം, 8 ആകാം, 10 ആകാം, ഇങ്ങനെ പോവും. പിന്നെ അതിന്റെ കൂടെ മുളാഅഫ എന്നും കൂടി പറഞ്ഞാലോ അദ്ആഫൻ മുളാഅഫ. അവണ്ട ഇരട്ടിയായി, ഒരുപാട് ഇരട്ടിയായി അല്ലാഹു ദുനിയാവിൽ തന്നെ പകരം നൽകും. ഒരൽപ്പം പോലും കുറക്കാതെ നാളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഖിറത്തിലും അതിന്റെ പ്രതിഫലം നൽകും. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം മരിച്ചുപോയാൽ അവരുടെ ഖബറിടത്തിലേക്ക് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നന്മകളുടെ ഓഹരി ഖബറിടങ്ങളിലേക്ക് ഖിയാമത്ത് നാൾ വരെ എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാട്ടൂലിലെ സ്നേഹനിധികളായ സഹോദരങ്ങൾ, നല്ലൊരു മനോഹരമായ ഒരു നാടാണ് അല്ലെ മാട്ടൂൽ എന്ന് പറഞ്ഞാൽ. ഒരു ചൂട്ടാടി ബീച്ചിലൂടെ അല്ലെ എടുത്തിട്ട് ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. നല്ല മനോഹരമായ ബീച്ചും അന്തരീക്ഷവും എല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകി. പൂഴി, ഒരു ചെലവില്ലാതെ പൂഴി, കാലിനടിയിൽ നിറയെ പൂഴിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പൂഴിലോട് പൂഴിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് വില.
നിങ്ങൾക്ക് യാതൊരു ചെലവില്ലാതെ പോയി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നിഅമത്ത് നൽകിയ നാടാണ്. സാമ്പത്തികമായിട്ടൊക്കെ അള്ളാഹു ഒരുപാട് നിഅമത്ത് നമ്മൾക്ക് നൽകി. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ആ ഒരു നിഅമത്തിന് ശുക്ർ ചെയ്യുമ്പോഴാണല്ലോ അള്ളാഹു കൂടുതൽ തരാ. അല്ലേ? എന്ത് നൽകിയാലും ശുക്ർ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നബി തങ്ങളുടെ സമീപത്തേക്കൊരു യാചകൻ കടന്നു വരികയുണ്ട്. നബിയെ, എനിക്ക് വല്ലതും തരണം എന്ന് പറഞ്ഞു. നബി തങ്ങൾ ഒരു ഈത്തപ്പഴം എടുത്തു കൊടുത്തു. യാചകൻ ഒരു ഈത്തപ്പഴം കൊടുത്തു. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് വന്ന ആളുകൾക്ക് 1 രൂപയൊക്കെ കൊടുക്കൂലേ? ആ 1 രൂപ മുഖത്തേക്ക് എറിഞ്ഞിട്ട് യാചകൻ പോകും. നിങ്ങളുടെ 1 രൂപ ആർക്കാ വേണ്ടെന്ന്. അപ്പൊ അതേപോലെ ഒരു ഈത്തപ്പഴം കൊടുത്തു. മക്കയിലും മദീനയിലും ജീവിക്കുന്ന ആളുകൾക്ക് ഈത്തപ്പഴത്തിന് എന്ത് പ്രസക്തിയാണ്? യാചകൻ ദേഷ്യപ്പെട്ടു. ആർക്കാ നിങ്ങളുടെ ഈത്തപ്പഴം വേണ്ടത് എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കാതെ അവിടെ തന്നെ വെച്ചു. യാചകൻ എന്തൊക്കെയോ പെറുപുറത്തു. യാചകൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോ മറ്റൊരു യാചകൻ വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, വല്ലതും തരണമെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ അയാൾക്കും അതേപോലെ ഒരു ഈത്തപ്പഴം കൊടുത്തു. മാഷാ അല്ലാഹ്, തംറത്തും മിൻ റസൂലില്ലാഹ്, പരിശുദ്ധ ഹബീബിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈത്തപ്പഴമാണല്ലോ, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ അയാൾ അത് സ്വീകരിച്ചു. ഉടനെ നബി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് വീട്ടിൽ എന്തെങ്കിലും പോയി ഉണ്ടോ എന്ന് നോക്കി അവിടെയുള്ളതൊക്കെ വാരിക്കോരി പെറുക്കി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സഹോദരൻ അല്ലാഹു വേണ്ടുവോളം വസ്തുക്കൾ ആ സഹോദരന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയെന്നാണ്. രണ്ടുപേരും വ്യത്യസ്തരായ യാചകരാണ്. രണ്ടുപേർക്കും ലഭിച്ചത് ഒരേ ഒരു ഈത്തപ്പഴമാണ്. സാഹചര്യം ഒന്നാണ്. പക്ഷേ രണ്ടുപേരുടെയും പെരുമാറ്റം വ്യത്യസ്തമായതുകൊണ്ട് ഒരാൾക്ക് ലഭിക്കേണ്ട നിഅമത്ത് അല്ലാഹു തടഞ്ഞു, മറ്റൊരാൾക്ക് ലഭിക്കേണ്ട നിഅമത്ത് അല്ലാഹു ഇരട്ടിയാക്കി നൽകി. അല്ലേ? കോണ്ടെക്സ്റ്റ് ഒന്നല്ലേ? സാഹചര്യം ഒന്നല്ലേ? നബി തങ്ങൾ കൊടുക്കുന്നു, യാചകൻ വരുന്നു, കൊടുത്തത് ഈത്തപ്പഴാണ്. പക്ഷെ രണ്ടുപേരുടെയും മെന്റാലിറ്റി, അവിടെയാണ് പ്രസക്തി. എന്താണ് മെന്റാലിറ്റി? ആദ്യത്തെ ആൾ നന്ദി കേട് കാണിക്കുന്ന ആളായിരുന്നു. ഒരു ഈത്തപ്പഴം വെറുതെ കിട്ടല്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞൂടെ? അയാൾ പറഞ്ഞു, ആർക്കാ നിങ്ങളുടെ ഈത്തപ്പഴം വേണ്ടത്? നേരെ മറിച്ച് മറ്റാൾ ചിന്തിച്ചത് എന്താണ്? ഈത്തപ്പഴം ഒന്നാണെങ്കിലും മിൻ യദി റസൂലില്ലാഹ്, ഈ മുബാറക്കായ കൈകളിൽ നിന്ന് കിട്ടുന്ന ഈത്തപ്പഴത്തിന് ഇത്ര പ്രസക്തിയുണ്ട്. അല്ലേ? അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി ചെയ്ത ആ യാചകന് വേണ്ടുവോളം കൊടുത്തുന്നാണ്. അതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ എനിക്ക് നന്ദി കേട് കാണിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല എന്ന്. നന്ദി ചെയ്യണം, നന്ദി കേട് കാണിക്കരുതേ, നന്ദി ചെയ്യണം. നന്ദി ചെയ്താൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം, കൂടുതൽ തരാം. ലഅസീദന്നകും. ചെറുപ്പക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നോട്ടീസിൽ കൊടുത്ത വിഷയതാണ് സൈബർ ലോകവും വിവിധയുടെ വിചാരങ്ങളും. ഞാൻ ആർക്കും വിഷയം കൊടുക്കാറില്ല. പിന്നെ എന്നോട് ചോദിക്കാതെ വിഷയമിട്ട ആളുകളൊക്കെ ഇടയിലൊരു സൈബർ ലോകമാണ്. ആകെ ലോകത്ത് ഒരൊറ്റൊരു വിഷയം ഉള്ളതുപോലെ ഞാൻ വിഷയം ആർക്കും കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ നോട്ടീസിൽ ഞാൻ എന്നോട് ചോദിക്കാതെ ആരെങ്കിലും വിഷയമിടുന്നുണ്ടെങ്കിൽ ഒരു സൈബർ ലോകം എന്തായാലും ഇതിൽ ബന്ധമുണ്ടാവും. എന്താ ഈ സൈബർ ലോകത്തിൽ ഇത്ര പ്രസക്തി എന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഏതായാലും സൈബർ ലോകത്തുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോടൊക്കെ പറയാനുള്ളത്, വലഇൻ ശകർതും, നമ്മൾ നന്ദി ചെയ്താൽ ലഅസീദന്നകും, അല്ലാഹു കൂടുതൽ തരും. അത് സമ്പത്താണെങ്കിൽ സമ്പത്ത് കൂടുതൽ തരും. സൗന്ദര്യം വേണോ, അതും കൂടുതൽ തരും. സമ്പത്തിലുള്ള നന്ദി എങ്ങനെയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉദാരമായി ചെലവഴിക്കുക എന്നതാണ് സമ്പത്തിലെ നന്ദി. സൗന്ദര്യത്തിലെ നന്ദി എന്താണ്? അള്ളാഹു ഗ്ലാമർ തന്നു, ഭംഗി തന്നു. എന്താ നന്ദി? ആ സൗന്ദര്യം ഹറാമിന് ഉപയോഗിക്കാതെ ഹലാലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക.
സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താനും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും നമ്മുടെ സൗന്ദര്യം ഉപയോഗിച്ചാൽ ആ സൗന്ദര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യും. നേരെ മറിച്ച് ഹറാമായ ആളുകൾക്കൊക്കെ പ്രദർശിപ്പിക്കാനാണ് സൗന്ദര്യം ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അല്ലാഹു നൽകുന്ന ശിക്ഷ ഭയാനകമായിരിക്കും. അല്ലാഹു നിങ്ങൾക്ക് വലിയ ഒരു വെല്ലുവിളിയാണ്, മുന്നറിയിപ്പാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സൗന്ദര്യമൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ചെലവില്ലാതെ കിട്ടുന്ന അനുഗ്രഹമാണ് അല്ലെ, റിസ്ക് ഇല്ലാതെ കിട്ടുന്ന. ജനിക്കുമ്പോൾ തന്നെ ഇൻബോൺ സൗന്ദര്യം കിട്ടാന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്ക് അല്ലാഹു നല്ലോണം ശുക്ർ ചെയ്യണം. ആ ശുക്ർ എങ്ങനെയാണ്? സ്ത്രീകളാകുമ്പോ സൗന്ദര്യം മറച്ച് അന്യ പുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കാതെ, പുരുഷന്മാരാകുമ്പോ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ് കണ്ട സ്ത്രീകളെയൊക്കെ വളക്കാൻ പോവാതെ അല്ലാഹുവിന് വേണ്ടി നമ്മുടെ സൗന്ദര്യവും യുവത്വവും യൗവനവും സമർപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അല്ലാഹു നിഅമത്തും ബർക്കത്തും ബാരിക്കോരി തരുമെന്നാണ്. അല്ലാഹു വിളിക്കുന്നുണ്ട്, അയ്യുഹശ്ശാബുൽ മുബ്തദിലു ശബാബഹു ലീ, ഓ യുവാക്കളെ യുവതികളെ, അശ്ശാബുൽ മുബ്തദിലു ശബാബഹു ലീ, യുവത്വം എനിക്ക് വേണ്ടി സമർപ്പിക്കുന്ന യുവാക്കളെ യുവതികളെ. ആരാണ് യുവാവെന്ന് പറയുന്നത്? 15 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെയുള്ള ആളുകളാണ് യുവാക്കൾ, യുവതികൾ. പ്രായപൂർത്തി എത്തിയത് മുതൽ ഒരു 40 വയസ്സ് വരെ യുവതികളും യുവാക്കളുമാണ്, അവരെയാണ് വിളിക്കുന്നത്. പ്രായപൂർത്തി എത്തുമ്പോഴാണ് വൈകാരികമായ ചിന്തകൾ ഉണ്ടാവുന്നത്. പ്രായപൂർത്തി എത്താത്ത ആളുകൾക്ക് അവർക്കെന്തെങ്കിലും അറിയാം? സെക്ഷൽ ഹോർമോണുകൾ വളരുമ്പോഴാണ് വൈകാരികമായ ചിന്തകൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി നമ്മുടെ യൗവനത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ, അല്ലാഹുവിന് വേണ്ടി നമ്മുടെ യുവത്വത്തെ നമ്മൾ സമർപ്പിച്ചാൽ, അല്ലാഹു പറയുന്നുണ്ട്, അൻത ഇൻദീ കബഅദി മലായികതി, നീ എന്റെ മലക്കുകൾക്ക് സമാനമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മലക്കുകളെ പോലെയാണെന്നാണ്. യൗവനം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവർ മലക്കുകൾക്ക് സമാനമാണ്. അല്ല, വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി മാറിയാൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും ഉന്നതരായവർ. മലക്കുകൾ നിങ്ങൾക്ക് താഴെയാണ്, മലക്കുകൾ നമ്മുടെ താഴെയാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, മലക്കുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യാത്തവരാണ്. പക്ഷേ മനുഷ്യർ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാലും മനുഷ്യർക്ക് മലക്കുകളെക്കാളും മുകളിലെത്താൻ സാധിക്കും, യാതൊരു സംശയമേ ഇല്ല. മലക്കുകളെക്കാളും മുകളിലെത്താൻ നമ്മൾക്ക് സാധിക്കും. എന്തു വേണം? നമ്മുടെ യൗവനം, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാല്, കൈകൾ എല്ലാം അല്ലാഹുവിന് സമർപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. കഴിയുന്നുണ്ടോ? അല്ലേ? അതും കൂടി ചിന്തിക്കണ്ടേ? കഴിയുന്നുണ്ടോ? റിസ്ക് ആണ് അല്ലേ? റിസ്ക് ആണ്. പക്ഷേ ജീവിതത്തിൽ തെറ്റുകൾ വരാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം. കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി കഴിയുന്നില്ലെങ്കിൽ പരിഹാരമുണ്ട്. തിന്മകൾ വരുന്നുണ്ട്, കണ്ണിലൂടെ ഹറാമുകൾ കാണുന്നുണ്ട്, ചെവിയിലൂടെ ഹറാമുകൾ കേൾക്കുന്നുണ്ട്, കൈകാലുകൾ ഹറാമിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്, മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കളിയാടുന്നുണ്ട്. എങ്കിൽ പരിഹാരമുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അല്ലാഹുവേ പുറത്തു താ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നീ ഞങ്ങൾക്ക് മാപ്പ് താ റബ്ബേ. അല്ലാഹുവേ എന്റെ കൈകളുടെ ഭാഗത്ത്, കാലുകളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, ചെവിയിൽ നിന്ന്, നാവിൽ നിന്ന് എന്റെ നിയന്ത്രണം വിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അനിയന്ത്രിതമായി ഒരുപാട് പാപങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് താ അല്ലാഹ്, നീ ഞങ്ങൾക്ക് പുറത്തു താ അല്ലാഹ് എന്ന് കരഞ്ഞ് ദുആ ചെയ്യലാണ് തെറ്റുകൾക്കുള്ള പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലുകളിൽ ഒന്നാണ് രഹസ്യമായി ദുആ ചെയ്യുക എന്നുള്ളത്.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ള യുവാക്കളോട് യുവതികളോട് ഞാൻ പറയട്ടെ, നമ്മുടെ യൗവനം നഷ്ടപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. ചെറിയ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു, പിന്നെ ഒരു രക്തക്കട്ടയാക്കി, പിന്നെ ഒരു ഇറച്ചി കഷ്ണമാക്കി, പിന്നെ അതിനെ എല്ലാക്കി ആ എല്ലുകൾക്ക് വീണ്ടും അല്ലാഹു മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ ഒരു 9 മാസം കൊണ്ട് അല്ലാഹു നിന്നെ ജനിപ്പിച്ചു. ആരാരും അറിയാതെ, ലോകമെന്തെന്നറിയാതെ നീ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വീണു. ഉമ്മ കരയാൻ, വേദന കൊണ്ട് അട്ടഹസിച്ചുകൊണ്ടാണ് ഉമ്മ നിന്നെ പ്രസവിച്ചത്. നിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ളവർ നിന്നെ നോക്കി ചിരിക്കുന്നു, നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഉമ്മയും മരണവേദനയാണെങ്കിലും മകന് വേണ്ടി വേദന സഹിക്കുകയാണ്. അടുപ്പത്തൊന്ന് തീ കൈയിലേക്ക് പൊള്ളിപ്പോയാൽ വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മമാർ മരണത്തിന് സമാനമായ വേദന സഹിക്കുന്നത് നിനക്കൊരു പോറലേൽക്കരുത് എന്ന് വിചാരിച്ച് ഒന്ന് കാലിട്ടടിച്ചാൽ, ഒന്നിങ്ങനെ പടഞ്ഞാൽ നിന്റെ ശരീരത്തിന് വല്ല ക്ഷീണം വരുമോ, തടസ്സം വരുമോ, പ്രയാസം വരുമോ എന്ന് പേടിച്ച്, അംഗവൈകല്യം ഉണ്ടാകുമോ എന്ന് പേടിച്ച് നിനക്ക് വേണ്ടി മരണസമാനമായ വേദന സഹിച്ച് ആ ഉമ്മമാര് കാത്തിരിക്കുന്നത് നിന്നെ കാണാനാണ്. ജനങ്ങളെല്ലാം നിന്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ നീ വലുതായി വലുതായി പ്രായപൂർത്തിയെത്തി 15 വയസ്സായി. നന്മയും തിന്മയും അല്ലാഹു നിന്റേത് കണക്കാക്കാൻ തുടങ്ങി. 15 വയസ്സ് മുതൽ പ്രായപൂർത്തിയെത്തിയത് മുതലാണ് അല്ലാഹു നന്മകൾ കണക്കാക്കുന്നത്, എഴുതാൻ തുടങ്ങി. അന്ന് മുതൽ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ നിസ്സാരമായതിനെ കാണരുത്, അതിനെ നിസ്സാരമായി കാണരുത്. അത് തെറ്റാണെന്നുള്ള ബോധത്തോടെ നിരന്തരമായി അല്ലാഹുവിനോട് തൗബ ചെയ്യേണ്ടതുണ്ട്. നമ്മളൊക്കെ തെറ്റുകൾക്കനുസരിച്ച് നന്മകൾ നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരു തെറ്റിനൊരു നന്മ എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പകരത്തിന് പകരം വേണം. നന്മ ഒരിക്കലും താഴ്ന്നു പോവരുത്. തിന്മയെക്കാളും കൂടുതൽ എന്നും എന്റെ കൂടെ നന്മയുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടേ നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ദിവസത്തെ നന്മകൾ നമ്മൾക്കൊന്ന് ഊഹിച്ചു നോക്കാം. ഒരു ദിവസം നമ്മൾ ചെയ്ത തിന്മകളും നമ്മൾ ഊഹിച്ചു നോക്കാം. എന്നിട്ട് തിന്മകളാണോ നന്മകളാണോ കൂടുതലുള്ളത് എന്നൊരു ഉണ്ട് വിചാരം. ഒരു കാരണവശാലും എന്റെ മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ പറയാണ്, ഒരു കാരണവശാലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ തിന്മയേക്കാൾ കൂടുതൽ, നമ്മുടെ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണെങ്കിൽ അത് പരിഹരിക്കാതെ കിടന്നുറങ്ങാനേ പാടില്ല. പരിഹരിക്കാതെ കിടന്നുറങ്ങാനേ പാടില്ല. എങ്ങനെയാണ് പരിഹരിക്കുന്നത്? വലിയ വിഷയമുള്ള കാര്യമില്ല, വലിയ വിഷയമുള്ള കാര്യമല്ലാതെ ഒന്ന് ഓർത്തിരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത തെറ്റുകൾ, എന്നിട്ട് അല്ലാഹുവിനോട് വുളൂ ചെയ്ത് പല്ല് തേച്ച് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി, നമ്മുടെ ബെഡിൽ കയറിയിരുന്നിട്ട് ആരും കാണാതെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യാം. അല്ലാഹുവേ, എന്റെ ഭാഗത്ത് വീഴ്ചകൾ വന്നു പോയി റബ്ബേ, എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നു പോയി റബ്ബേ, കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടുപോയി, കേൾക്കാൻ പാടില്ലാത്തത് ഞാൻ കേട്ടുപോയി, അതുകൊണ്ട് എനിക്ക് മാപ്പ് താ റബ്ബേ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക, ഞാനൊന്നുമല്ല നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ വെറും അടിമയാണ്, എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. വഅന അലാ അഹദിക വബഅദിക മസ്തതഅത്, എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് അല്ലാഹുവേ, അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാത്രി വരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅത്, അല്ലാഹുവേ, ഞാൻ ഇന്ന് ചെയ്ത തെറ്റിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീയാണ് എനിക്ക് നിഅമത്ത് തന്നത്, അത് ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. നിന്റെ നിഅമത്തുകളെ, നിന്റെ ഔദാര്യത്തെ, നീ തന്ന സമ്പാദ്യങ്ങളെ, നീ തന്ന ആരോഗ്യത്തെ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. വഅബൂഉ ലക ബിദംബി, എന്റെ ഭാഗത്ത് വന്ന തെറ്റുകളെയും ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു താ അല്ലാഹ്, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ല
അല്ലാതെ വേറെ ആരാണ് റബ്ബേ എനിക്ക് പുറത്തു തരുന്നത്? ഇത് ചൊല്ലിക്കിടന്നാൽ തന്നെ രാവിലെ വരെ ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. ആ രാത്രി മരിച്ചുപോയാൽ നീ ഷഹീദായി ലോകത്തോട് വിട പറഞ്ഞ് അല്ലാഹുവിന്റെ സ്വർഗം സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ കേൾക്കണം, ചെറുപ്പക്കാരെ കേൾക്കണം. ഇതൊന്നും വെറുതെ കേട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ അവഗണിച്ചു കളയേണ്ട വിഷയമല്ല. ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവരും അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു താ അല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറിന്റെ സയ്യിദായ, ഇസ്തിഗ്ഫാറിന്റെ നേതാവായ ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ കിടന്നുറങ്ങി ആ രാത്രിയിൽ മരിച്ചുപോയാൽ നീ ഇന്ന് പകലുകൾ ചെയ്ത തെറ്റുകൾ അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യില്ല. നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി കിടന്നുറങ്ങി എല്ലാ ദിവസവും ഇത് ശീലിച്ചാൽ ഇൻഷാ അല്ലാഹ് നന്മയേക്കാൾ തിന്മയേക്കാൾ കൂടുതൽ നന്മ ചെയ്ത് ഉറങ്ങാൻ നമ്മൾക്ക് കഴിയും. തിന്മയേക്കാൾ കൂടുതൽ നന്മ ചെയ്ത് കിടന്നുറങ്ങാൻ കഴിയും. അങ്ങനെ കിടന്നുറങ്ങിയാൽ അങ്ങനെ എല്ലാ ദിവസവും തിന്മയേക്കാൾ കൂടുതൽ നന്മയായാൽ നന്മ ചെയ്ത് നന്മ ചെയ്ത് നന്മ ചെയ്ത് നാളെ പാരത്രിക ലോകത്തെ അല്ലാഹുവിന്റെ തുലാസിൽ, അല്ലാഹുവിന്റെ മീസാനിൽ നമ്മുടെ നന്മകൾ അല്ലാഹു തൂക്കി നോക്കുമ്പോ നന്മയാണ് കൂടുതലെങ്കിൽ അയാൾക്ക് പേടിക്കേണ്ടതില്ല, അയാൾക്ക് യാതൊരു ടെൻഷനും വേണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നേരെ വിപരീതമാണ് സംഭവിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുന്നത് തെറ്റുകളാണ് കൂടുതലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ കണ്ട ഹറാമുകൾ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ പോലും ചൊല്ലാതെ കിടന്നുറങ്ങുന്ന ആളുകളില്ലേ, അല്ലേ? സിനിമ കണ്ട് കിടന്നുറങ്ങുന്നവർ, ചാറ്റ് ചെയ്ത് കിടന്നുറങ്ങുന്നവർ, കാമുകന്മാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തി അതേപോലെ കിടന്നുറങ്ങുന്നവർ, ഫിലിം കാണുന്നവർ, മ്യൂസിക്കുകൾ കണ്ട് കിടന്നുറങ്ങുന്നവർ, ഹറാമാണ് അവസാനം കണ്ടത്, ഇങ്ങനെ കിടന്നുറങ്ങുന്നവർ, എല്ലാ ദിവസവും നന്മയെക്കാളും കൂടുതൽ തിന്മ ചെയ്ത് കിടന്നുറങ്ങുന്നവരുണ്ട്. അതേ ഒരവസരത്തിൽ അയാൾ മരിച്ചുപോയാൽ അയാൾ അവസാനം എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു നാളെ നിങ്ങളെ ഏറ്റെടുക്കുന്നത്. അവസാനം ചെയ്തത് ഹറാമാണ്, കാമുകിയോട് സംസാരിച്ചതാണ്, കാമുകനോട് ചാറ്റ് ചെയ്തതാണ്, അവസാനം മൊബൈൽ ഫോണിൽ ഒരു സിനിമ കണ്ടതാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഹറാം ചെയ്തതാണ്. അതേ രീതിയിലൊന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാതെ കിടന്നുറങ്ങിപ്പോയാൽ ഹറാമുകൾ സംഭവിക്കുന്നത് അവസാനമായിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ടാണ് വളരെ സ്നേഹത്തോടെ പറഞ്ഞു തരുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹുമ്മ അൻത റബ്ബി ഉറക്കെ ചൊല്ലില്ലാരും, അല്ലാഹുമ്മ അൻത റബ്ബി. സൗണ്ട് ഒന്നും പോരട്ടോ, അല്ലാഹുമ്മ ഉറക്കെ ചൊല്ല്, അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي قلت الله فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ നീ അല്ലാതെ പുറത്തു തരാൻ വേറെ ഒരാളില്ല റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു താ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്ത് കിടന്നുറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് ആ ഉറക്കത്തിൽ മരിച്ചുപോയാൽ അല്ലാഹു നേരെ സ്വർഗ്ഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ യൗവനം അല്ലാഹുവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ യൗവനം അല്ലാഹുവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. വബുതഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് എന്ത് നൽകിയാലും ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് അദ്ദാറൽ ആഖിറ, എങ്ങനെയെങ്കിലും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നാണ്. അല്ലേ? യൗവനം കൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം. ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത് യൗവനത്തെ കുറിച്ചാണ്. അല്ലേ? അല്ലാഹു നാളെ അങ്ങനെയല്ല ചോദിക്കുക. നമ്മുടെ കാൽപാദങ്ങൾ അനങ്ങൂല. ഏതുവരെ? അൻ ശബാബിക, നിന്റെ യൗവനത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നത് വരെ. നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്. അതിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന എല്ലാ നിഅമത്തുകളും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചേക്കണം. യൗവനം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മധ്യവയസ്കതയാണ്. മധ്യവയസ്കനാവുകയാണ്. നമ്മൾ മധ്യവയസ്കരായി മാറി. എന്തെങ്കിലും രോഗങ്ങൾ വന്നു നമ്മൾക്ക്. ആ രോഗങ്ങളിൽ എണീറ്റ് നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ രോഗിയായ നൂറുകണക്കിന് ആളുകളുണ്ട്. വയസ്സ് 60 50 കഴിഞ്ഞിട്ടുള്ളൂ. ഷുഗർ ബാധിച്ചു, ക്യാൻസർ ബാധിച്ചു, ഡയാലിസിസ് ചെയ്യുന്നു. കിഡ്നിയുടെ തകരാറ്, കരളിന്റെ തകരാറ്, ഹാർട്ടിന്റെ തകരാറ്, ഇങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും തകർന്ന് എണീറ്റ് നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരുപാട് കാലം നമ്മുടെ ബെഡിൽ നമ്മൾ കിടക്കുമ്പോൾ അല്ലാഹു നോക്കുന്നത് നമ്മുടെ യൗവനത്തിലേക്കാണ് എന്ന് മറന്നു പോവരുത്. അല്ലാഹു നോക്കുന്നത് നമ്മുടെ യൗവനത്തിലേക്കാണെന്ന് മറന്നു പോവരുത്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. എന്തിനാണ് ഇങ്ങനെ യൗവനത്തിൽ അധ്വാനിക്കണമെന്ന് പറയുന്നത്? നമ്മൾക്ക് വാർദ്ധക്യത്തിലെത്തി, അല്ലെങ്കിൽ നമ്മൾ രോഗിയായി കിടന്നു, ഒരു അമല് പോലും നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല. കിടന്ന കിടപ്പിലാണ്. ചെരിച്ചു കിടത്തണമെങ്കിൽ മക്കള് വേണം. ഒന്നവരെ മൂത്രമൊഴിപ്പിക്കണമെങ്കിൽ ഭാര്യ വേണം. ബാത്റൂമിൽ കൊണ്ടുപോവാൻ മക്കള് വേണം. ഇങ്ങനെ എല്ലാറ്റിനും മക്കളുടെ, ഭാര്യയുടെ, ചങ്ങാതിമാരുടെ സഹായം വേണം. സ്വന്തമായിട്ടൊരു അമല് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ല, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയില്ല, സദഖ ചെയ്യാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു നിന്നെ, അത് കാരണത്താൽ അല്ലാഹു നിന്നെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല. അല്ലാഹു നോക്കുന്നത് നിന്റെ യൗവനത്തിലേക്കാണ്. നിന്റെ യൗവനം അല്ലാഹു എങ്ങനെ, അല്ലാഹുവിന് വേണ്ടിയാണോ നീ ചെലവഴിച്ചത്? അല്ല ഹറാമായ വഴികളാണോ, ഹറാമായ കാര്യങ്ങളാണോ നീ ചെയ്തത് എന്ന് അല്ലാഹു നോക്കും. യൗവനം ഹറാമിലാണെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. നേരെ മറിച്ച് യൗവനം അല്ലാഹുവിന് സമർപ്പിച്ചു. പിന്നെ നീ 20 വർഷക്കാലം 10 വർഷക്കാലം രോഗിയായി കിടന്നു. അല്ലാഹു ആ നന്മകളെ നേരെ നിന്റെ വാർദ്ധക്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വാർദ്ധക്യത്തിലും നന്മ ചെയ്തതുപോലെ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് അമലൊക്കെ ചെയ്തിട്ട് ഒരു 30-40 വയസ്സാകുമ്പോൾ രോഗിയായി കിടന്നാൽ ഈ അമലൊക്കെ അല്ലാഹു അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇതും ഇവിടെ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ അല്ലാഹു വാർദ്ധക്യത്തിലും പ്രതിഫലം തരും. ഇവിടെ ഒരു അമലും ചെയ്തിട്ടില്ലേ എങ്കിൽ വാർദ്ധക്യത്തിലും അല്ലാഹു ഒരു പ്രതിഫലവും തരൂല. ആകെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയണം. വൈകാരികമായ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയണം. അതുകൊണ്ട് പാരത്രിക ലോകത്തെ വിജയം നമ്മൾ ആഗ്രഹിക്കണം. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ദുനിയാവ് എങ്ങനെയെങ്കിലും നമ്മൾക്ക് തട്ടിമുട്ടി പോയേക്കാം. ദുനിയാവിൽ കടങ്ങൾ ഉണ്ടാവും, പണക്കമുണ്ടാവും, ദുനിയാവിൽ സാമ്പത്തികമായ പ്രാരാബ്ധങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, ജോലി നഷ്ടപ്പെടും, വീട് നഷ്ടപ്പെടും. ഇതെല്ലാം ദുനിയാവാണ്. അല്ലാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം പോലും നൽകാത്ത ദുനിയാവാണെന്നുള്ള ബോധം നമ്മൾക്കുണ്ടായി. എങ്ങനെയെങ്കിലും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ചിന്ത, അതാണ് നമ്മൾ വേണ്ടത്. ആ ഒരു ചിന്തയുണ്ടായി. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു അലൈക്. അല്ലാഹു നിനക്ക് എങ്ങനെയാണോ നന്മ ചെയ്തത്, അല്ലാഹു നിന്നെ എങ്ങനെയാണോ ഏറ്റെടുത്തത്, അതേപോലെ തിരിച്ച് അല്ലാഹുവിനും നന്മ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആരോഗ്യം തന്നില്ലയോ, അതിനുള്ള നന്ദിയാണ് ഇബാദത്ത് ചെയ്യുക. സമ്പത്ത് തന്നില്ലയോ, അതിനുള്ള നന്ദിയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തന്ന നിഅമത്തുകൾ ഉപയോഗിച്ച് അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് തീരാൻ നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മലക്കുകളെക്കാളും മുകളിലാകണം, മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോവരുതേ. ബൽഹും അളല്ലെന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകരുത്. തിന്മകൾ ചെയ്ത് അള്ളാഹുവിനെ തിരിച്ചറിയാത്തൊരു സമയം വരാനുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്തൊരു സമയം വരാനുണ്ട്. ബൽഹും അളൽ, അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് മൃഗങ്ങളെക്കാളും അധപതിച്ചു പോയവരെന്ന്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലെത്തുന്നതിന് മുമ്പേ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മയേത് തിന്മയേത് എന്ന് പോലും തിരിച്ചറിയാതെ, നന്മയേത് തിന്മയേത് എന്ന് പോലും തിരിച്ചറിയാതെ ഈ തിന്മകളുടെ തോന്നിവാസങ്ങളുടെ അതിപ്രസരണത്തിൽ ലയിച്ചുപോയ ആളുകൾ ഇവിടെ നടക്കുന്ന അനാചാരങ്ങളിൽ മുഴുകി അത് രസകരമായി തോന്നി, അത് ആസ്വദിക്കണമെന്ന് തോന്നി, അതിൽ കൂടെ കൂടി ജീവിച്ച് അവസാനം നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു മനസ്സായി നമ്മുടെ മനസ്സ് മാറാനുണ്ട്. അങ്ങനെ ഒരു മനസ്സായി നമ്മുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വഅദുകൾ ഒരിക്കലും ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാവൂല. എത്ര വഅദ് പറഞ്ഞാലും ഹൃദയത്തിലേക്ക് തട്ടൂല, എത്ര വഅദ് പറഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാവൂല, എത്ര ഉപദേശിച്ചാലും ഉപദേശത്തോട് താല്പര്യമുണ്ടാവൂല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം കറുത്തുപോയി. തിന്മകൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഹൃദയത്തിൽ ഓരോ കറുത്ത പാടുകൾ വരുന്നത്. അങ്ങനെ കറുത്ത പാടുകൾ വന്ന് കറുത്തുപോയാൽ പിന്നെ നന്മയും തിന്മയും തിരിച്ചറിയാതെ ആകെ അള്ളാഹുവിനെ വിട്ട് അലക്ഷ്യമായി ജീവിക്കുന്നവരിൽ പെട്ടുപോകും. അതില്ലാതിരിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജീവിതത്തിൽ ഒരു തെറ്റു വന്നാൽ, ജീവിതത്തിൽ എന്തെങ്കിലും അപാകത വന്നാൽ ഒരു നന്മ ചെയ്ത് ആ തിന്മയെ നിങ്ങൾ മായ്ച്ചു കളയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഹൈസുമാ കുന്ത, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അല്ലാഹുവിനെ പേടിക്കണം. ഒരു തെറ്റു ചെയ്താൽ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്യണം. ആ നന്മ കൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റിനെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഒരു തെറ്റു ചെയ്താൽ നിങ്ങൾ ഒരു കാരണവശാലും പരസ്യമാക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കരുത്. രാത്രി ചെയ്ത തെറ്റ് പകലിൽ പോയി ചങ്ങാതിമാരുമായി ഷെയർ ചെയ്യരുത്. നിങ്ങൾ പകലിൽ ചെയ്ത തെറ്റ് രാത്രി പോയി മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങളും അല്ലാഹുവുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ചെയ്ത തെറ്റുകൾ നിങ്ങൾ കാരണം ഒരു കാരണവശാലും പരസ്യമാക്കരുത്. പരസ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്താൽ പോലും അല്ലാഹു മാപ്പ് തരില്ല. അതുകൊണ്ട് തിന്മകളെ പരസ്യമാക്കരുത്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് സ്വന്തമായി മടങ്ങി അല്ലാഹുവിലേക്ക് ഖേദിച്ച്, പടച്ച റബ്ബേ ഞാൻ തെറ്റുകാരാണ്, അല്ലാഹുവേ തെറ്റുകാരനാണ്, മാപ്പ് താ എന്ന് പറയലോടുകൂടി അല്ലാഹു നമ്മൾക്ക് പുറത്തു തരും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. തെറ്റുകൾ ജീവിതത്തിൽ വരാതെ ആവും വിധം നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒന്ന് എണീറ്റിക്കെല്ലാരും, മഴ വരുന്നുണ്ടല്ലേ? ഒന്ന് എണീറ്റ് തൊട്ടിരുന്നു എല്ലാവരും. صلوا على سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ മഴ വരാതെ കുറെ ആയോ? പ്രളയം വന്നതിന് ശേഷം മഴ വന്നിട്ടില്ല ഇല്ലേ? അല്ലാഹു അനുഗ്രഹീതമായ മഴ തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ ആ പ്രളയം വന്നപ്പോ ഇവിടെ പ്രശ്നമായിട്ടില്ലല്ലോ, കടലൊന്നും കയറിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമ്മൾക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും അല്ലാഹുവിന് സമർപ്പിക്കാനുള്ള ഒരു തീരുമാനം നമ്മൾക്ക് ഉണ്ടാവണം. മനസ്സിലൊരു മഹബ്ബത്ത്. നമ്മളൊരു മുസ്ലിമാണ്, നമ്മൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട് എന്നൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. ആ ഒരു ബോധത്തോടുകൂടി എന്നും നമ്മൾ ജീവിക്കണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ,
അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി, അല്ലാഹുവിന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മൾക്കുണ്ടാവണം. അല്ലാഹു ഹാദിരി, എന്ത് ചെയ്യുമ്പോഴും ഇതിന്റെ റബ്ബ് കാണൂല എന്ന ചിന്ത. അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലാഹു എന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു എന്റെ കൂടെ സാക്ഷിയാണ്. അല്ലാഹു മഈ, അല്ലാഹുവിന്റെ കൂടെ തന്നെയുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ ബരീദ്, അവന്റെ ഖണ്ഡനാളത്തെക്കാളും ഞാൻ അവനിലേക്ക് അടുത്തവനാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട്. അതൊന്നൊർക്ക നല്ല ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയ. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു നാദിരി അല്ലാഹു മഈ. അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദി അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാജരാണ്, നമ്മുടെ കൂടെ തന്നെ ഹാജരാണ് അല്ലാഹു. അല്ലാഹു നാദിരി, അല്ലാഹു നമ്മെ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, ഏത് പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു മഈ, എവിടെ പോയാലും അല്ലാഹു എന്റെ കൂടെയുണ്ട്. വീട്ടിലുണ്ടാകുമ്പോഴുള്ള സൂക്ഷ്മത എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കോളേജിലെത്തിയാൽ നമ്മൾക്ക് ഇല്ലാതെ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴുണ്ടാകുന്ന ആ സൂക്ഷ്മത, ആ ഒരു അച്ചടക്കം, ആ ഒരു അദബ്, ആ ഒരു ദീനീബോധം, ആ ഒരു മര്യാദ എന്തേ നമ്മൾക്ക് കോളേജുകളിൽ എത്തുമ്പോൾ മറന്നു പോകുന്നത്? അല്ലാഹു കൂടെയില്ല എന്ന ചിന്തയല്ലയോ അത്? പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട്, പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് ചോദിക്കുകയാണ്, വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു സൂക്ഷ്മതയുണ്ട്, നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു സൂക്ഷ്മതയുണ്ട്. മാതാവിന്റെ അടുത്ത്, ഉപ്പയുടെ അടുത്ത്, ഉസ്താദുമാരുടെ അടുത്ത്, ജ്യേഷ്ഠന്മാരുടെ അടുത്ത് നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു അച്ചടക്കം എന്തേ നമ്മൾക്ക് സ്കൂളിലേക്കും കലാലയങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ നമ്മൾക്ക് ലഭിക്കാത്തത്? എന്ത് കാരണം? അല്ലാഹു മഈ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്ന ചിന്തയില്ലാത്തതാണ് കാരണം. അതുകൊണ്ട് ഉമ്മമാരെ, വളരെ ചെറുപ്പത്തിലെ മക്കളുടെ മനസ്സിലേക്ക് കുത്തിവെക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ, കുത്തിവെക്കേണ്ട ഒരു മരുന്നാണിത്. അല്ലാഹു ഹാദിരി, മോനെ ഇത് പറയണം, മോനെ ഇത് പറയണം. അല്ലാഹു ഹാദിരി, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്റെ കൂടെ പടച്ച റബ്ബ് ഹാജരാണ്. അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വീട്ടിലാണെങ്കിലും കലാലയത്തിലാണെങ്കിലും ടൂർ പോകുമ്പോഴാണെങ്കിലും ഗൾഫിലാണെങ്കിലും പുറം നാടുകളിലാണെങ്കിലും ക്ലാസ് റൂം, അടച്ചിട്ട ക്ലാസ് റൂമിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും എന്റെ കൂടെ റബ്ബുണ്ട്. ആരും കാണുന്നില്ലെങ്കിലും റബ്ബിത് കാണുന്നുണ്ട് എന്ന ബോധം എന്നും നമ്മൾക്കുണ്ടായാൽ ഒരുവിധം തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. തെറ്റു ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തെറ്റു ചെയ്യാതെ ജീവിക്കണം, അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. കഴിയില്ലെങ്കിലും അല്ലാഹു നമ്മൾക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാണ്, നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യുമ്പോൾ രഹസ്യമായി ചെയ്യണം. ഇല്ല, തെറ്റ് ചെയ്യുമ്പോൾ ആരും കാണാതില്ല ചെയ്യാം. ഇപ്പൊ ചാറ്റ് ചെയ്യാണെങ്കിൽ ഉമ്മയുടെ മുമ്പിൽ വെച്ച് ചെയ്യൂലല്ലോ, അല്ലെ? കള്ളു കുടിക്കുകയാണെങ്കിൽ ഉമ്മയുടെ മുമ്പിൽ വെച്ച് ചെയ്യൂലല്ലോ. ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ വെച്ച് ചെയ്യില്ല, ആരും കാണാതെ രഹസ്യമായി ചെയ്യും. എന്നാൽ അതേപോലെ ആരും കാണാത്ത നന്മകൾ നമ്മൾക്കുണ്ടാവണം. ആരും കാണാത്ത ചില നന്മകൾ നമ്മൾക്കുണ്ടാവണം. അങ്ങനെയുണ്ട്.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ് അൻ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു മഹാനായ സുബൈർ തങ്ങൾ പറയുന്നുണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മനിസ്തതഅ മിൻകും മൻ യകൂന ലഹു ഖബീഉൻ മിൻ അമലിൻ സ്വാലിഹ് ആർക്കെങ്കിലും സൽപ്രവർത്തനങ്ങളിൽ രഹസ്യമായ ഒരു സൽപ്രവർത്തനം ഉണ്ടായാൽ ഫൽയഅമൽ അയാളത് ചെയ്തു വെക്കട്ടെ. ഉമ്മ കാണാത്ത, ഉപ്പ കാണാത്ത, ഭർത്താവ് അറിയാത്ത, ഭാര്യ അറിയാത്ത, മക്കളറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യമായ ഒരു അമൽ നമ്മുടെ കൂടെ വേണം. അതുണ്ടോ? ആരും കാണാത്ത ഒരു രഹസ്യമായ അമൽ നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മൾക്ക് ഓർമ്മയില്ലേ 3 പേര് ഗുഹയുടെ അകത്തേക്ക് അകപ്പെട്ടത്? ഗുഹയിലൊന്ന് അഭയം പ്രാപിക്കാൻ വേണ്ടി ഗുഹയിലേക്ക് കയറിയപ്പോൾ പാറക്കല്ലുരുണ്ട് വന്നത്. അവരെന്താ പറഞ്ഞത്? ഞാൻ രഹസ്യമാക്കി വെച്ച നന്മകളാണ് 3 പേരും പറഞ്ഞത്. അല്ലേ, ഞാൻ എന്റെ ജോലിക്കാരന് നൽകേണ്ട സമ്പത്ത് അവൻ എന്നിൽ നിന്ന് വാങ്ങാതിരുന്നപ്പോൾ അതുകൊണ്ട് ഞാൻ ബിസിനസ് നടത്തി. ആ ബിസിനസ് തഴച്ചു വളർന്നു. വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ എല്ലാം ഞാൻ അവന് കൊടുത്തു. അല്ലാഹുവേ, ഇത് ഞാൻ ആരാരും അറിയാതെ ചെയ്തൊരു പ്രവർത്തനമാണ്, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. പാറ നീങ്ങിയില്ലയോ? സ്വഹീഹായ ഹദീസല്ലേ ഇത്? അല്ലാഹുവേ, എന്റെ ഉമ്മയ്ക്ക് ഞാൻ പാല് കൊണ്ടുവന്നു. ഉമ്മ ഉറങ്ങുന്നുണ്ട്. ഉമ്മയുടെ ഉറക്കിനെ ബുദ്ധിമുട്ടിക്കണ്ട, ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഉമ്മയുടെ തൊട്ടടുത്ത് ഞാൻ പാലും പിടിച്ചു നിന്നു. എന്റെ ഭാര്യയ്ക്ക് കൊടുത്തില്ല, എന്റെ മക്കൾക്ക് കൊടുത്തില്ല. ഈ ഒരു നന്മയും ഞാൻ രഹസ്യമായി ചെയ്തതാണ്. പാറക്കല്ല് നീങ്ങണം, അല്ലാഹു നീക്കിയില്ലയോ? പിന്നെ ഒരാള് പറഞ്ഞത് ഇതിനേക്കാളും വലിയ രഹസ്യമാണ്. സാമ്പത്തിക സഹായം ചോദിച്ചൊരു കുടുംബത്തിലെ സുന്ദരിയായ പെണ്ണ് വന്നപ്പോൾ ഡിമാൻഡ് വെച്ചു, സാമ്പത്തിക സഹായം ചെയ്യാം, പക്ഷെ എന്റെ കൂടെ കിടപ്പറ പങ്കിടണമെന്ന്. ആ പെണ്ണ് ഗത്യന്തരമില്ലാതെ സമ്മതിച്ചു. എന്നിട്ട് ആ പെണ്ണ് ഇയാളുടെ ഈ ഒരു ആവശ്യം കാരണം ഇയാളുടെ കൂടെ വന്ന് 2 പേരും ഒന്ന് കിടപ്പറ പങ്കിടാൻ വേണ്ടി കിടപ്പറയിൽ കയറിയിരിക്കുമ്പോഴാണ് ആ പെണ്ണ് ചോദിച്ചത്, അല്ലാഹുവിനെ നിങ്ങൾക്ക് പേടിയില്ലയോ സഹോദര? അല്ലാഹുവിനെ നിങ്ങൾക്ക് പേടിയില്ലയോ സഹോദര? ഞാൻ എന്റെ ഒരു ഗത്യന്തരമില്ലാതെ അത്യാവശ്യത്തിന് വേണ്ടി ക്യാഷ് ചോദിച്ചപ്പോൾ എന്നെ വ്യഭിചാരത്തിന് വേണ്ടി നിങ്ങൾ ഡിമാൻഡ് ചെയ്തു. ഞാനിത് നിർബന്ധിതനായി വന്നിരിക്കുകയാണ്. എനിക്ക് എന്റെ റബ്ബിനെ പേടിയുണ്ട്, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയില്ലയോ എന്ന് ആ പെണ്ണ് ചോദിച്ചപ്പോൾ അയാൾ ഒരു നിമിഷം അല്ലാഹുവിനെ പേടിച്ചു. ആരും കാണാത്ത, ആരും അറിയാത്തൊരു സാഹചര്യമായിരുന്നു അത്. ആ ഒരു സാഹചര്യം കാരണം അല്ലാഹുവോട് ദുആ സ്വീകരിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഉമ്മമാരറിയാത്ത, ഉപ്പമാരറിയാത്ത, നാട്ടുകാരറിയാത്ത, ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത ഒരുപാട് രഹസ്യമായ അമലുകൾ നമ്മുടെ കൂടെ വേണം. എങ്കിലത് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, കഴിയുമെങ്കിൽ ഒരാളും അറിയാത്ത നന്മകൾ നിങ്ങൾ ഒരുമിച്ച് വെക്കണം, ഒരുമിച്ച് കൂട്ടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഭാര്യ അറിയാതെ നിസ്കരിക്കാൻ കഴിയോ? ഭാര്യ അറിയാതെ സ്വതക കൊടുക്കാൻ കഴിയോ? കൊടുത്തേക്ക്. നമ്മൾ ഭാര്യയോട് പറയും, ഭാര്യ പോലും അറിയാതെ സ്വതക കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തേക്ക്. ഭാര്യ പോലും അറിയാത്ത നന്മകൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തേക്ക്. അങ്ങനെ ചെയ്തിട്ടില്ലയോ മഹാന്മാരായ ഒരുപാട് ആളുകൾ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അജിബ റബ്ബുനാ മിൻ റജുലൈൻ, അല്ലാഹുവിന് 2 പേരെ കണ്ടിട്ട് വല്ലാത്ത സന്തോഷം തോന്നി. 2 പേരുടെ കാര്യത്തിൽ അല്ലാഹുവിന് വല്ലാത്ത സന്തോഷം തോന്നി. അതിലൊരാൾ റജുലുൻ സാറഅൻ ബിതാഇഹി വലിഹാഫിഹി മിൻ ബൈനി അഹ്ലിഹി ഇലാ സ്വലാത്തിഹി ഫയഖൂലു അല്ലാഹു അസ്സ വജൽ യാ മലായികതി ഉൻദുറു ഇലാ അബ്ദി സാറഅൻ ഫിറാശിഹി വബിതാഇഹി മിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി ഫീമാ ഇൻദി വശഫഖതൻ മിമ്മാ ഇൻദി എന്നല്ലാഹു പറയും. അല്ലാഹുവിന് അത്ഭുതമാണ് ഇവരെ കുറിച്ച്. ആരാണിത്? രാത്രിയിൽ സുന്ദരിയായ നല്ലൊരു ഭാര്യ കൂടെയുണ്ട്, കിടന്നുറങ്ങാൻ. നല്ല തണുപ്പുള്ള രാത്രിയാണ്, എസിയുടെ ശീതീകരിച്ച തണുപ്പുള്ള മുറിയിൽ കിടന്നുറങ്ങാൻ അയാൾക്ക് അവസരമുണ്ട്. ആരും ചോദിക്കൂല. പക്ഷേ തന്റെ ഭാര്യയുടെ കിടപ്പറയിൽ നിന്ന് ആരും അറിയാതെ എണീറ്റ് നിന്നിട്ട് വുളൂ ചെയ്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഭർത്താക്കന്മാർ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഭാര്യമാർ, ഇവർ അല്ലാഹുവിന്റെ അഭിമാനമാണ്. മലക്കുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കുമത്രേ. മലക്കുകളെ നോക്കൂ, ആരാണത്?
എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്നോടുള്ള ആ ഒരു ശഫഖത്ത് കൊണ്ട്, എന്നോടുള്ള താല്പര്യം കൊണ്ട്, റഗ്ബതൻ ഫീമാ ഇൻദി വശഫഖതൻ മിമ്മാ ഇൻദി, എന്നോടുള്ള അതിയായ മഹബ്ബത്ത് കൊണ്ട് ആ ഉറക്കിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് പോലും മാറി നിന്ന് നിസ്കരിക്കുന്നത് കാണുന്നില്ലേ എന്ന് അല്ലാഹു മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്റെ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, ആരാരും അറിയാത്ത ഒരു നന്മ നമ്മളിൽ ഉണ്ടാവണം. ആരും അറിയാത്തൊരു നന്മ ഉണ്ടോ? നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു നന്മ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആരോടും പറഞ്ഞു കൊടുക്കരുത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. പിശാചിന് ഇഷ്ടമല്ല നമ്മൾ രഹസ്യമായി അമൽ ചെയ്യുന്നത്, പിശാചിന് ഇഷ്ടമേ അല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, ഖുൽ ഇബാദിയല്ലദീന ആമനൂ യുഖീമുസ് സ്വലാത്ത വയൂൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ വലാ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. നബിയെ പറഞ്ഞു കൊടുക്കണം, അടിമകളോട് പറഞ്ഞു കൊടുക്കണം, യുഖീമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്താൻ, വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങൾ ചെലവഴിക്കാനും അടിമകളോട് പറയണം. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കണം. ഇന്നിവിടെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നൽകും, നല്ലൊരു എമൗണ്ട് പരസ്യമായി നൽകണം. അതോടൊപ്പം നിങ്ങളുടെ ഭാര്യ പോലും അറിയാത്ത രഹസ്യമായ ഒരു അമലും നിങ്ങളുടെ കൂടെ വേണം. നിങ്ങൾ 50,000 നൽകുകയാണെങ്കിൽ പരസ്യമായി നൽകുന്നത് എന്തിന്? മറ്റുള്ളവർ എന്നെ കണ്ടിട്ട് മറ്റുള്ളവരും കൂടി കൊടുത്തോട്ടെ എന്ന ചിന്തയാണത്. അതോടൊപ്പം ആരും അറിയാതെ 5,000, 1,000, 2,000 വേറെ ഒരു വ്യക്തിക്ക് പോലും അറിയാത്ത, പേര് പോലും അറിയാതെ ബക്കറ്റിലേക്ക് വരുമ്പോ ബക്കറ്റിലിട്ട് കൊടുക്കാം. അത് രഹസ്യമായ അമലാണ്, രഹസ്യമായ അമലാണത്. ബക്കറ്റിലേക്ക് വരുമ്പോൾ 10 രൂപ ഇട്ട് കൊടുക്കുന്ന നമ്മൾ, നിങ്ങൾ എന്താണ് കൊടുക്കുക എന്ന് ചോദിക്കുമ്പോ കൈപൊക്കാൻ പറയുമ്പോ 5,000 പറയാറില്ലേ? ശ്രദ്ധിക്കണം, നമ്മൾ ചെറിയ ഒരു റിയാ നമ്മുടെ അമലുകളിൽ ബന്ധപ്പെടുന്നുണ്ട്. ചെറിയ ഒരു റിയാ, ലോകമാന്യമെന്നാണ് പറയുക, ആളെ കാണിക്കാനാണെന്ന് നമ്മൾക്ക് തോന്നില്ലെങ്കിലും അങ്ങനെയായി പോകുന്നുണ്ട്. ബക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ സംഖ്യകൾ നമ്മൾ ഇടേണ്ടത്. നേരെ മറിച്ച് ബക്കറ്റിലുള്ള ആ വരുമാനം എടുത്തു നോക്കുമ്പോ 10 രൂപയുടെ നോട്ടുകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്, 5 രൂപയുടെ, 20 രൂപയുടെ, 50 രൂപയുടെ. എന്തേ നമ്മൾക്ക് രഹസ്യമായ ഒരു 5,000 രൂപ ഇടാൻ പറ്റുമോ? 1,000 രൂപ, 500 രൂപ, 2,000 രൂപ ആരും അറിയില്ല. നീയും നിന്റെ റബ്ബുമല്ലാതെ മറ്റുള്ളതെല്ലാം റസീറ്റ് കിട്ടുന്നതാണ്. റസീറ്റ് കിട്ടുമ്പോൾ 4 ആളുകൾ അറിയും. നേരെ മറിച്ച് ബക്കറ്റിലിടുന്നത് നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന അമലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ഒരുക്കി വെക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സുബൈർ തങ്ങളും പറയുന്നുണ്ട്, ഇജഅലൂ ലക്കും ഖബീഅതൻ മിനൽ അമലി സ്വാലിഹ, സ്വാലിഹായ അമലുകളിൽ നിന്ന് രഹസ്യമായത് നിങ്ങൾ ഒരുപാട് ഒരുമിച്ച് കൂട്ടണമെന്ന്. ഏതുപോലെ കമാ അന്ന ലക്കും ഖബീഅതുൻ മിനൽ അമലി സയ്യി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളും അറിയാത്ത ഒരുപാട് രഹസ്യമായ തിന്മകൾ നമ്മുടെ കൂടെയില്ലയോ? ഭാര്യ അറിയാത്ത തിന്മകൾ നമ്മൾ ചെയ്തിട്ടില്ലേ? നമ്മുടെ തിന്മകളിൽ ഭാര്യമാരറിയാത്ത തിന്മകളില്ലേ? ചങ്ങാതിമാരറിയാത്ത തെറ്റുകളില്ലേ? മാതാപിതാക്കൾ അറിയാത്ത കുറ്റങ്ങളില്ലേ? ഇഷ്ടംപോലെ ഉണ്ട് ഇല്ലേ? ഇഷ്ടംപോലെ ആരാരും അറിയാത്ത ഒരുപാട് രഹസ്യമായ തിന്മകൾ നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ എന്തെങ്കിലും ഒരു തഹജ്ജുദ് നിസ്കരിച്ചാൽ 4 ആൾ അറിയുന്നുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ മഴ വന്നോട്ടെ, നിങ്ങൾ കുറച്ച് മഴയൊക്കെ കൊണ്ട് നല്ലല്ലേ? എനിക്കിപ്പോ അവിടെ നിന്നിട്ട് വേറെ അറിയാൻ ആഗ്രഹം. കുറച്ച് മഴയൊക്കെ കൊള്ളാം, കുറച്ച് മഴയൊക്കെ നന്നാ നല്ലതാണ്. എല്ലാവരും ഒന്ന് മഴയിലും കൊള്ളു ഉഷാറായിട്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ ഇത്. അള്ളാഹു കോരിച്ചൊരു മഴ വേണ്ടെന്ന് ദ്വാ ചെയ്യാറില്ല. മഴ അള്ളാഹു തരട്ടെ. മഴയില്ലാതെ എല്ലാരും കഷ്ടപ്പെടാൻ അല്ലേ? എല്ലാ കിണറും പറ്റി, പുഴയും പറ്റി. ഇപ്പൊ 1 മാസം മുമ്പ് പ്രളയം ബാധിച്ചു എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് പല പുഴകളുടെയും കിണറുകളുടെയൊക്കെ അവസ്ഥ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഏതായാലും ബർക്കത്ത് ചെയ്യും. ഖൈറായത് അല്ലാഹു ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഖൈറായ രീതിയിൽ നമ്മോട് സഹകരിക്കട്ടെ. ആമീൻ പറയും. എന്താണ് നിങ്ങൾ? അല്ലാഹു ഖൈറായ രീതിയിൽ നമ്മൾക്ക് ഈ മഴയും എന്താണെങ്കിലും അല്ലാഹു ഖൈറായ രീതിയിൽ അല്ലാഹു നമ്മോട് സഹകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. اللهم لا علينا بل حوالينا എന്നൊക്കെ ചൊല്ലണം അല്ലേ? اللهم لا علينا بل حوالينا.
ഏതായാലും അല്ലാഹുവേ ഈ മഹത്തായ സദസ്സിനെ നീ ഭംഗിയാക്കണേ അല്ലാഹ്. ഈ മഹത്തായ സദസ്സിനെ നീ ഭംഗിയാക്കണേ അല്ലാഹ്. മഴ വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ അർഹരല്ല, എന്നാലും അല്ലാഹുവേ ഈ മഹത്തായ സദസ്സിനെ നീ ഭംഗിയാക്കണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, എന്റെ ഈ വാദ് നമ്മൾ കേട്ടിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾക്ക് ഉണ്ടാവണം. പറയുന്ന എനിക്കും വേണം, നിങ്ങൾക്കും വേണം. എന്താണ് നമ്മൾക്ക് ആർക്കും ഒരു പക്ഷേ രഹസ്യമായ ഒരു അമലുണ്ടാവില്ല. തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചങ്ങാതിമാരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു 4 രൂപ എവിടെയെങ്കിലും സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് മനസ്സെത്തും നിർത്തിയാ പോലെ മനസ്സിനൊക്കെ നമുക്ക് നാളാക്കിയ പോലെ മജ്‌ലിസിന്റെ നാളെ നാളുണ്ടല്ലോ. നമുക്ക് ചെറിയതായിട്ട് സമയം വരണ്ട, കുറച്ച് ആൾക്കാരെല്ലാം അല്ലോ. അതാ നല്ലത്. ആണി ഉസ്താദ് വരുമ്പോൾ നമുക്ക് നിർത്താം. അപ്പം പിന്നെ മജ്‌ലിസ് നൂറിന്റെ കുറച്ച് വരികൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. പിന്നെ ബാക്കി നാളെ ഫുള്ള് ചൊല്ലാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എപ്പോഴും ഒരു രഹസ്യമായ നന്മ നമ്മൾക്ക് ഉണ്ടാവണം. തിന്മയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റോ? നിങ്ങൾ അറിയാത്ത തിന്മകൾ എന്റെ അടുത്തില്ലേ? എന്റെ ഭാര്യമാർ, എന്റെ കുടുംബക്കാരന്റെ നാട്ടുകാരറിയാത്ത തിന്മകളില്ലേ? അതേപോലെ എന്റെ ഭാര്യ പോലും അറിയാത്ത നന്മകൾ വേണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രഹസ്യമാക്കി അമൽ ചെയ്യാൻ നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറയുന്നുണ്ട്, ഖാല അബൂ ഹാസിം എന്നവർ പറഞ്ഞു, ഉക്തും ഹസനാതിക, നിന്റെ നന്മകൾ നീ മറച്ചു വെക്കണം. ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ പോയി ഫർള് നിസ്കരിക്കാറുണ്ട് നമ്മൾ, അത് പള്ളിയിൽ പോയി പരസ്യമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് വീട്ടിൽ വെച്ചാണ്, പള്ളിയിൽ വെച്ചിട്ടല്ല. ശ്രദ്ധിക്കണം, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം തഹജ്ജുദ് വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. തഹജ്ജുദ് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ റിയാഇന്റെ ഒരു അംശം വന്നേക്കും. ആരെങ്കിലും കാണട്ടെ എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടാവില്ല, പക്ഷേ പിശാചിന് സഹിക്കൂല. നീ രഹസ്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നത് പിശാചിന് സഹിക്കില്ല. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് നീ നിസ്കരിക്കുമ്പോ ആരെങ്കിലും നിന്റെ തഹജ്ജുദ് നിസ്കാരം അറിയട്ടെ എന്ന് വേണ്ടാത്ത ചിന്ത നീ പോലും പ്രതീക്ഷിക്കാതെ നിനക്ക് കടന്നു വരും. അങ്ങനെ അഅ്മാലിന്റെ അമലുകളുടെ ആ ഒരു ഖാലിസായ ഖുലൂസ് നമ്മൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് വീട്ടിൽ വെച്ചാണ്. നിസ്കാരങ്ങളുടെ സുന്നത്തുകൾ എവിടെയാണ് നിസ്കരിക്കേണ്ടത്? ഫർള് മാത്രമാണ് ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കേണ്ടത്. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ടാണ് പള്ളിയിൽ പോവേണ്ടത്. ശേഷമുള്ള സുന്നത്ത് പള്ളിയിൽ വെച്ച് ഫർള് നിസ്കരിച്ച് വീട്ടിൽ വന്ന് നിസ്കരിക്കണം. സ്വതക്ക കൊടുക്കേണ്ടത് രഹസ്യമായിട്ടാണ്. എന്നാൽ നീ സ്വതക്ക കൊടുക്കല്ല, സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പരസ്യമായിട്ട് കൊടുക്കണം. നിർബന്ധമായി അല്ലാഹു നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്യമാക്കണം. സുന്നത്തായ എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കലാണ് നല്ലത്. എങ്കിലേ അല്ലാഹു നാളെ പ്രതിഫലം നൽകുകയുള്ളൂ. ആളുകൾ കാണാൻ വേണ്ടി ഒരു നന്മ പോലും നമ്മൾ ചെയ്യരുത്. ഉക്തും ഹസനാതിക അശദ്ദു മിമ്മാ തക്തുമു സയ്യിആതിക, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആരും കാണല്ലേ, ആരും അറിയല്ലേ എന്ന് എത്രത്തോളം സൂക്ഷ്മത നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മൾ ക്ലിയർ ചെയ്യാറുണ്ട്, ലോക്ക് ചെയ്യാറുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ശരിയാക്കാറുണ്ട്. അതേപോലെ നന്മ ചെയ്യുമ്പോഴും ആരും കാണല്ലേ, ആരും അറിയല്ലേ എന്ന ചിന്തയോടെയാവണം നമ്മൾ നന്മ ചെയ്യേണ്ടത്. അങ്ങനെ എത്രയോ മഹാന്മാര് നന്മ ചെയ്തിട്ടുണ്ട് ഇരുട്ടിന്റെ മറവിൽ. കണ്ടപ്പോൾ ഒരാൾ ബസ്രക്കാരനായ ഒരു പണ്ഡിതനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. അയാളുടെ ഇബാദത്തുകൾ എന്താണെന്നറിയാൻ, അയാളുടെ അമലുകൾ എന്താണെന്നറിയാൻ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ബസ്രക്കാരൻ കണ്ടു, എന്റെ യാത്ര കഴിഞ്ഞ് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് സുബഹി നിസ്കാരം വരെ നിസ്കരിച്ചു. ആരും കാണാതെ ഒരു മരത്തിന്റെ മറവിലാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചു ഇതാരും കാണുന്നില്ലെന്ന്, ആരും അറിയുന്നില്ലെന്ന്. അങ്ങനെ രാത്രി നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ അല്ലാഹുവേ, ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി റബ്ബേ, അതിൽ നീ 2 എണ്ണമേ എനിക്ക് തന്നിട്ടുള്ളൂ, ഒന്നും കൂടി നീ എനിക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ചോദിച്ചു, 2 എണ്ണമേ നീ എനിക്ക് തന്നിട്ടുള്ളൂ, 3-ാമത്തേത് കൂടി എനിക്ക് തരണേ എന്ന് കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം ദിക്റിലാണ്. സുബഹി നിസ്കാരം
കഴിഞ്ഞ് ദിക്റിലാണ്, ഉറക്കില്ല. അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന സമയമായി ഒന്ന് ളുഹാ നിസ്കരിക്കാൻ വേണ്ടി ഉണർന്നപ്പോഴാണ്, എണീറ്റപ്പോഴാണ് പിന്നിൽ നിന്ന് ഈ ബസറക്കാരനെ കാണാനിടയായത്. നിങ്ങൾ എവിടെ പറഞ്ഞു കൊടുക്കരുതേ, ആരോടും പറയരുതേ, ശ്രദ്ധിക്കണം. മതിൽ ചാടിയ കഥകളല്ല ഇത്, മറ്റുള്ളവരുമായി ഹറാമ് ചെയ്ത കഞ്ചാവടിച്ച കള്ളു കുടിച്ച കഥകളല്ല ഇത്. ആരോടും പറയരുത്. ദയവ് ചെയ്ത് അദ്ദേഹത്തോട് കെഞ്ചിക്കൊണ്ട് യാചിച്ചുകൊണ്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഞാൻ ഇന്നലെ രാത്രി നിസ്കരിച്ച കാര്യം ഒരാളോടും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ബസറക്കാരൻ വിട്ടില്ല. ബസറക്കാരൻ പറഞ്ഞു, ഞാൻ പറയും. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ദയവ് ചെയ്ത് പറഞ്ഞേക്കല്ല. അപ്പോൾ ബസറക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾ ഇന്നലെ രാത്രി അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ ചോദിച്ച് 2 എണ്ണമേ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഏതാണ് ആ 2 എണ്ണം, ഏതാണ് മൂന്നാമത്തേതെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. പ്ലീസ് എന്നോട് ചോദിക്കരുതേ, ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്. അദ്ദേഹം വിട്ടില്ല. അവസാനം നിർബന്ധിതനായി പറയാൻ തുടങ്ങി. അതിലൊന്നാമത്തെ വിഷയം, അള്ളാഹുവേ, ഞാൻ നിന്നോട് ദുആ ചെയ്തത് നിന്നെയല്ലാതെ വേറെ ഒരാളെയും എനിക്ക് പേടി തോന്നാൻ പാടില്ല. ദുനിയാവിൽ നിന്നെയല്ലാതെ വേറെ ഒരാളോടും എനിക്ക് പേടി ഉണ്ടാവാൻ പാടില്ല. വേറെ ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ ഒരു മൃഗത്തെയോ ഒരു മനുഷ്യനെയോ നിന്നെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. വേറെ ഒരാളോടും എനിക്ക് പേടി ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു എനിക്കത് തന്നു. ഇന്ന് റബ്ബിനെയല്ലാതെ വേറെ ഒരാളെയും എനിക്ക് പേടിയില്ല. രണ്ടാമതായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അള്ളാഹുവേ, എനിക്കറിയാം മനുഷ്യന്റെ അമലുകൾക്ക് തടസ്സം നിൽക്കുന്നത് സ്ത്രീകളാണെന്ന്. പല ആളുകളുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. വലിയ വലിയ രാഷ്ട്രീയക്കാർ, വലിയ വലിയ ഉലമാക്കൾ, വലിയ വലിയ പ്രമാണികൾ, അവരുടെയൊക്കെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് ചില സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സ്ത്രീകളോടുള്ള ആ താല്പര്യമാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ അമലുകൾ ഈ സ്ത്രീകളോടുള്ള വികാരം കൊണ്ട്, സ്ത്രീകളോടുള്ള താല്പര്യം കൊണ്ട്. പല ചെറുപ്പക്കാരും പറയാറുണ്ട്, ഉസ്താദേ, കണ്ണ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന്. കണ്ണിനെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. എത്ര ശ്രദ്ധിച്ചാലും കഴിയുന്നില്ല എന്ന്. അതേപോലെയാണ് മഹാനായി പണ്ഡിതൻ പറയുന്നത്, എനിക്കറിയാം ഒരു മനുഷ്യന്റെ അമലിന് തടസ്സം നിൽക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളോടുള്ള മാനസികമായ താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്കെന്റെ ഭാര്യയല്ലാത്ത എല്ലാ അന്യ സ്ത്രീകളോടുമുള്ള ആ ശാരീരികമായ ആഗ്രഹം മനസ്സിൽ നിന്ന് നീ എടുത്തു കളയണേ അല്ലാ. പെണ്ണുങ്ങളോട് എനിക്ക് കാണാനോ അവരോട് മിണ്ടാനോ അവരെ നോക്കാനോ അവരെ കുറിച്ചുള്ള ചിന്ത പോലും എനിക്ക് തരല്ലേ റബ്ബേ എന്ന് നിരന്തരമായി ഞാൻ ദുആ ചെയ്തു. അത് അല്ലാഹു സ്വീകരിക്കുകയും ഇന്നൊരു പെണ്ണിനെ കാണുന്നതും ഒരു മരം കാണുന്നതും എനിക്ക് സമാനമാണ്. ഒരു പെണ്ണ് എത്ര സൗന്ദര്യത്തിൽ എന്റെ മുമ്പിൽ വന്നു നിന്നാലും ഒരു കല്ല് കാണുന്നതും എനിക്ക് സമമാണ്. അവളോടൊരു താല്പര്യം എനിക്ക് തോന്നാറില്ല, അവളുടെ ശബ്ദത്തോടൊരു താല്പര്യം തോന്നാറില്ല. എന്നാൽ മൂന്നാമതായി ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച കാര്യം എന്തെന്നറിയോ? ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചത്, അള്ളാഹുവേ, എനിക്ക് മലക്കുകളെ പോലെ, അള്ളാഹുവിന്റെ മലക്കുകളെ പോലെ ഉറക്കില്ലാതെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരണം അല്ലാഹ്. രാത്രിയും രാവിലെയും ഉറക്കില്ലാതെ നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ, രാത്രിയും രാവിലെയും ഉറക്കില്ലാതെ നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലാൻ, സുജൂദ് ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരണേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്തത്. പക്ഷേ അത് അല്ലാഹു എനിക്ക് തന്നില്ല. ഞാൻ രാത്രി ഉറക്കൊഴിച്ചാൽ എനിക്ക് രാവിലെ ഉറങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഈ ബസറക്കാരൻ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, പോരെ, ഇത്രയൊക്കെ പോരെ. നിങ്ങൾ യാത്ര കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിതരായി കിടന്നുറങ്ങുമ്പോൾ തുടങ്ങിയ നിസ്കാരമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഇബാദത്ത് നിർത്തിയിട്ടില്ല. ഇത്രയൊക്കെ പോരെ, സ്വർഗത്തിലേക്ക് ഇത്രയൊക്കെ കഷ്ടപ്പെടണോ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, പോരാ, എല്ലാവരും നാളെ ഖേദിക്കുന്നൊരു ദിവസം വരാനുണ്ട്. സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്തൊരു ലോകം, ഒരാളും സഹായിക്കാത്ത ലോകം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി.
ഉമ്മയെ, ഉപ്പയെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ പോലും ആർക്കും വേണ്ടാത്ത എല്ലാവരും ഖേദിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയം വരുമ്പോൾ ഞാൻ ഖേദിക്കാൻ പാടില്ല. അമലുകൾ കുറഞ്ഞു പോയതിന്റെ പേരിൽ എനിക്ക് ഖേദമുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഊണും ഉറക്കുമില്ലാതെ നിരന്തരമായി നിന്നെ ആരാധിക്കാൻ നീ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഈ ബസറക്കാരൻ ഈ കാര്യം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വല്ല അമലും നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനെയുള്ള അമലുകൾ നമ്മുടെ കൂടെയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടന്നാൽ ആയിഷ ബീവിയോട് പറയാതെ രാത്രി എണീറ്റ് നിസ്കരിക്കാറുണ്ടായിരുന്നു. നമ്മളാ തഹജ്ജുദ് നിസ്കരിച്ച അപ്പോൾ എടുക്കും ചങ്ങായിമാർക്കൊക്കെ മിസ് കോൾ അടിക്കും. എന്തിനപ്പം മിസ് കോൾ അടിച്ചത്? അവർ രാവിലെ ചങ്ങായിമാർ ചോദിക്കൂലേ, എന്തിനാ നീ രാത്രി 3 മണിക്ക് മിസ് കോൾ അടിച്ചത്? അത് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചാൻ എണീറ്റത്, അപ്പൊ നിന്നെ വിളിച്ചതാണ്. പോയില്ലേ? അമല് പോയില്ലേ? അമല് പോയി. ഇതാണ് നമ്മുടെ പ്രശ്നം. രഹസ്യമായി നമ്മൾ അമല് ചെയ്യുന്നത് പിശാചിന് ഇഷ്ടമല്ല, പിശാചിന് ഇഷ്ടമല്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാതെ രാത്രി എണീറ്റ് നിസ്കരിക്കുമായിരുന്നു. ഇപ്പൊ ആയിഷ ബീവി ഇടക്കിടക്ക് എന്ത് ചെയ്യും? ഇപ്പൊ കിടന്നുറങ്ങുമ്പോ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞും കാലപ്പുറം വെച്ചും കൈപ്പുറം വെച്ചിട്ട് തന്നെ കിടന്നുറങ്ങുക. ടെൻഷനായിട്ട് കിടന്നുറങ്ങാൻ പറ്റാർക്കെങ്കിലും ഇങ്ങനെ കിടന്നുറങ്ങി ഇങ്ങനെ ഇറങ്ങി റോബോട്ട് പോലെ രാവിലെ എണീക്കാന്ന് കഴിയില്ല. അപ്പൊ ആയിഷ ബീവി ഒന്ന് ഇങ്ങനെ ഷോൾഡറിൽ കൈ ഇങ്ങനെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെക്കും, കൈ നബി തങ്ങളെ കാണുന്നില്ല. ഷാബി പേടിച്ചു, പഠിച്ചോനെ ഭാര്യമാർ വേറെ ഉണ്ടല്ലോ, ഞാൻ അറിയാതെ അവിടെ പോയോ എന്നൊരു പേടി. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോൾ നബി തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. പള്ളിയും റൂമും അറ്റാച്ച്ഡ് ആണ്. നബി തങ്ങൾ ഇങ്ങനെ ചെറിയ റൂമാണ്, തെരഞ്ഞു നോക്കുമ്പോൾ പള്ളിയിൽ നബി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭാര്യമാര് പോലും അറിയാത്ത നന്മകൾ നമ്മൾക്കുണ്ടോ? മുഅ്മിനീങ്ങളെ ആലോചിക്കണ്ടേ? മഹാനായ മുഹമ്മദ് ഇബ്നു സിയാദ് തങ്ങൾ പറയാണ്, റഅയ്തു അബാ ഉമാമത അതാ അലാ റജുലിൻ ഫീ മസ്ജിദ്. അബാ ഉമാമ എന്ന് പറയുന്നവരാണ് ഞാൻ കണ്ടു. അബാ ഉമാമ എന്ന് പറയുന്നവരാണ് ഞാൻ കണ്ടു. അതാ അലാ റജുലിൻ, അദ്ദേഹം പള്ളിയിലേക്ക് വന്നു. പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. റജുലുൻ ഫിൽ മസ്ജിദി, ഒരു യുവാവുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്. വഹുവ സാജിദുൻ യബ്കി, പള്ളിയിൽ ഇരുന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് കരയുന്നൊരു ചെറുപ്പക്കാരൻ. ശ്രദ്ധിക്കണം, സുജൂദിൽ കിടന്ന് കരയുന്നൊരു ചെറുപ്പക്കാരനെ കാണാനിടയായി. സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയാണ്. ഇത് കണ്ടപ്പോ മഹാനായ അബാ ഉമാമ വിളിച്ചു, ചെറുപ്പക്കാരാ, ഇത് നിന്റെ വീട്ടിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഈ പള്ളിയിൽ കിടന്നിട്ട് സുജൂദ് ചെയ്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ ആളുകൾ കാണൂലേ, ഇതൊക്കെ ആളുകൾ അറിയൂലേ? അതുകൊണ്ട് ഇത് നിന്റെ വീട്ടിൽ ആരും അറിയാതെ നീ രഹസ്യമാക്കി വെച്ചൊരു അമലായിരുന്നുവെങ്കിൽ നീയാകുമായിരുന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഒരു അംശം പോലും അറിയാത്ത നന്മകൾ നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കണം, പിശാചിന് ഇഷ്ടമല്ല, പിശാച് അംഗീകരിക്കുകയുമില്ല. നമ്മൾ ആരും കാണാത്തൊരു അമൽ ചെയ്താൽ അത് പിശാചിന് അംഗീകരിക്കാനേ കഴിയില്ല. പിശാചിന് ഇതിനേക്കാളും കോപം വേറെയില്ല, ഇതിനേക്കാളും ദേഷ്യം വേറെയില്ല. നമ്മുടെ ഇന്നിപ്പോ വാളൊക്കെ കേട്ടതല്ലേ, രാത്രി പോയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാന്ന് വിചാരിച്ചു. ഭാര്യക്ക് ഉറങ്ങുമ്പോ വേഗം ബാത്റൂമിൽ പോയി തഹജ്ജുദ് നിസ്കരിച്ചു. പിശാചിന് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. പിശാചിന് ഇങ്ങനെ കലിപ്പ് കൂടി എങ്ങനെങ്കിലും ഇത് പരസ്യമാക്കും. അപ്പൊ നമ്മളിങ്ങനെ ഭാര്യയോട് രാവിലെ പറയും, ഞാൻ ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടാ പോയി. ഭാര്യയോട് പറയും. ഒരുപക്ഷെ നമ്മുടെ നല്ല നിയത്ത് എന്തായിരിക്കും? ഭാര്യയും കൂടി നിസ്കരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആദ്യം ചിന്തിപ്പിക്കും. നമ്മളൊരു അമല് ചെയ്യുന്നത്, ഭാര്യ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഭാര്യ നിസ്കരിക്കൂലേ, അതുകൊണ്ട് ഭാര്യയോട് പറയും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, നീ നിസ്കരിക്കണേ എന്ന് പറയും. പക്ഷെ ഇതിലൂടെ വരെ റിയാഇന്റെ ഒരു അംശം നമ്മളിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ നല്ല നിയത്ത്, പക്ഷെ പിശാച് ഇതിലൂടെ നമ്മുടെ രഹസ്യമായ അമലിനെ പരസ്യമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പിശാചിനോട് മത്സരിക്കണം നമ്മൾ. പിശാച് നമ്മുടെ വ്യക്തമായ ശത്രുവാണ്.
പിശാചിനെ പോലൊരു ശത്രുവില്ല. പിശാചിനോട് പോരാടാൻ നമ്മൾ തയ്യാറുണ്ടോ? പിശാചിനെ വെല്ലുവിളിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഒരു കുഞ്ഞുമോൻ പോലും അറിയാത്ത രഹസ്യമായ അമലുകൾ ഞാൻ ചെയ്തു വെക്കുമെന്ന് ഒരു 100 ഇസ്തിഗ്ഫാർ ഒരാളും പറയാതെ തസ്ബീഹ് പഠിച്ചിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നടക്കണ്ട, അപ്പൊ നാട്ടുകാർ കാണും. അതിന് പകരം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നീ നിന്റെ വീട്ടിലിരുന്നിട്ട് ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ല്, ഒരാളും അറിയാതെ. മനസ്സിലേക്ക് തോന്നും, എന്തിനാ ചില സമയത്ത് ഞാൻ എത്ര മോശക്കാരനല്ല ആളുകൾ മനസ്സിലായിക്കോട്ടെ അങ്ങനെയൊക്കെ തോന്നിയിട്ട് പറയും. അതൊന്നും ചെയ്യരുത്. അതുകൊണ്ട് പിശാച് എങ്ങനെയെങ്കിലും ഇത് പരസ്യമാക്കാൻ ശ്രമിക്കും. നമ്മളതിന് വിട്ടുകൊടുക്കരുത്. നമ്മൾ നല്ലോണം ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു രഹസ്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് പരസ്യമാവാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി മാ സദഖ അബ്ദുൻ, ഒരാൾ രഹസ്യമായി സ്വതക്ക നൽകി അയാൾക്കിത് 4 ആൾ അറിയണം, 2 ആൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സദഖയല്ല, മറ്റൊരാൾ അറിയുന്നത് സന്തോഷിച്ചാൽ ആ സദഖയല്ല എന്ന് മഹാനായ അയ്യൂബ് സഖ്തിയാനി എന്ന മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സദഖ നൽകുമ്പോൾ ഇവിടെയൊക്കെ ആരോടെങ്കിലും ചോദിക്കും, വല്ലൊരു 5000 10,000 കൊടുക്കുക, അപ്പൊ നിങ്ങൾ രണ്ടുണ്ട് സദഖയെ കുറിച്ച് പറഞ്ഞത്, ഇൻ തുബ്ദു സദഖാതി ഔ തുഖ്ഫൂഹാ, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകളെ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അല്ലാഹു അതിൽ ഖൈറുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ്? അതിൽ ചില ഖൈറുണ്ട്. എന്തെന്നറിയോ? രഹസ്യമാക്കിട്ട് തന്നെ കൊടുക്കേണ്ടത്, പക്ഷെ പരസ്യമാക്കി കൊടുക്കുന്നതിൽ ഒരു ഖൈറുണ്ട്. എന്താ? ഇപ്പൊ നമ്മളിങ്ങനെ ഒരു മഹത്തായ ഒരു സ്ഥാപനം നമ്മൾ നിർമ്മിക്കുമ്പോ അതിലേക്ക് എന്തെങ്കിലും സഹായം കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആദ്യം ചാടി എണീക്കണം. എന്താ അതിന്റെ നിയത്ത്? ഞാൻ ചാടി എണീറ്റൊരു 10,000 കൊടുത്താൽ എന്നെ കണ്ടിട്ട് കുറെ ആളുകൾ കൊടുക്കും. അപ്പൊ അവര് കൊടുത്ത പ്രതിഫലം കൂടി അല്ലാഹു നമ്മൾക്ക് നൽകും. നമ്മളെ കണ്ടിട്ട് കൊടുത്ത ആളുകൾ ആരൊക്കെയാണോ ശേഷം കൊടുക്കുന്നവരുടെ പ്രതിഫലം കൂടി അല്ലാഹു തരും. അതുകൊണ്ട് സ്വതക്കയെ നിങ്ങൾ ഇത് കൊടുക്കുക, അതിന് പുറമെ രഹസ്യമായിട്ട് വേറെയും കൊടുക്കുക എന്ന് വിചാരിച്ച് പിന്നെ രഹസ്യമായിട്ട് കൊടുക്കണം എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. ഞാൻ കൈവക്കൂല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കരുത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. പക്ഷേ സാമ്പത്തികമായി ഒന്നും നബി തങ്ങളുടെ കൂടെയില്ല. നബി തങ്ങളുടെ കൂടെ സാമ്പത്തികമായി ഒന്നുമില്ല. സ്വഹാബാക്കളോട് ചോദിച്ചു, സ്വഹാബാ നിങ്ങൾ വല്ലതും യുദ്ധത്തിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന്. ആരും എണീറ്റില്ല. ഇന്നലെ ഒരു പിരിവിന് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു 50,000 ഒരു ബെഡ്, എന്താണ് ഓക്സിജൻ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഒരു മെഷീൻ വാങ്ങിക്കണം. 50,000 രൂപക്ക് ആരപ്പ തരാ? അത് എന്നെ പോലുള്ള ആളൊക്കെ ചോദിച്ച മാക്സിമം ഞാൻ ചോദിക്കല് 2,000 രൂപയാണ്. ആരും തന്നില്ല. അതേപോലെ സ്വഹാബാക്കളൊന്നും ഒരു മറുപടി ഇല്ല. നബിതങ്ങൾ ചോദിക്കുകയാണ്, യുദ്ധത്തിന് പോകാനുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്യണം. ആരും കൊടുത്തില്ല. അപ്പൊ നബിതങ്ങളുടെ മുഖത്ത് ഒരു വിഷമം ഒരു അൻസാരിയായ ഒരു സഹാബി കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ സ്വർണത്തിന്റെയോ വെള്ളിയുടെ പറഞ്ഞു. ആരാണോ ഈ സ്വതക്കയ്ക്ക് തുടക്കം കുറിച്ചത്, ആരാണോ ചാടി വന്ന് ഈ സ്വതക്ക ഉദ്ഘാടനം ചെയ്തത്, അവനാണ് ശേഷം നൽകുന്ന ആളുകളുടെ പ്രതിഫലം കൂടി അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഇസ്ലാമിൽ ഒരാൾ നല്ല കാര്യം ചെയ്താൽ, ഇസ്ലാമിൽ ഒരാൾ നല്ല കാര്യത്തിന് ഉദ്ഘാടനം ചെയ്താൽ, അഥവാ ഒരു മഹത്തായ സ്ഥാപനത്തിന് സാമ്പത്തിക സഹായം ചോദിക്കുമ്പോൾ നല്ല കാര്യമാണത്, അതിനെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഉദ്ഘാടനം ചെയ്തു ശേഷമുള്ള ആളുകൾ ഇത് കണ്ടിട്ട് അവരും ഇത് ഏറ്റെടുത്തു എങ്കിൽ ശേഷം ഏറ്റെടുത്തവരുടെ പ്രതിഫലം കൂടി അല്ലാഹു ആദ്യം കൊടുത്തവർക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ചാടി എണീക്കണം. ആദ്യം മത്സരിച്ചു കൊടുക്കണം. പിന്നെ അതിൽ നിന്നൊരോഹരി ആരും അറിയാതെ രഹസ്യമാക്കിയിട്ടും കൂടി വെക്കണം. 500 രൂപയായാൽ മതി. 10,000 രൂപ പരസ്യമായി കൊടുത്താൽ 500 രൂപ ഒരു കുഞ്ഞുമോനും അറിയാതിട്ട് കൊടുത്തേക്ക്. അല്ലാഹുവേ നീ സ്വീകരിക്ക റബ്ബേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്, ലാ അഅലമു റജുലൻ, ഒരാളെ ഞാൻ അറിയില്ല,
അഹബ്ബ അൻ യുഅറഫ, അയാൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചവരാൾ, ഇല്ലാ ദഹബ ദീനുഹു വഫ്തലഹ, അറിയപ്പെടണം പ്രശസ്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ദീൻ നഷ്ടപ്പെടുമെന്ന് മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്. അയാൾ എത്ര വലിയ ആലിമാണെങ്കിലും ശരി, ആബിദാണെങ്കിലും ശരി, എന്റെ കഴിവുകൾ ലോകമറിയണം, എന്റെ ഇബാദത്ത് ലോകമറിയണം, ഞാൻ ചെലവഴിച്ചത് നാട്ടുകാരറിയണം എന്ന ചിന്തയുണ്ടെങ്കിൽ അയാളുടെ ദീന് നഷ്ടപ്പെട്ടു എന്ന് ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ബിശ്ർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലാ യജിദു ഹലാവത്തൽ ആഖിറ, നാളെ പാരത്രിക ലോകത്തെ മാധുര്യം അയാൾക്ക് ലഭിക്കൂല. ആർക്ക്? റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു നാസ്, ജനങ്ങൾക്കിടയിൽ പേര് വേണം, ജനങ്ങൾക്കിടയിൽ പ്രശസ്തി വേണമെന്ന് ആഗ്രഹിച്ച ആളുകൾ, അത്തരം ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്തിന്റെ ആ ഒരു മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മഹാനായ ബിശ്ർ റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ അമലുകൾ, കഴിവിന്റെ പരമാവധി സുന്നത്തായ അമലുകൾ രഹസ്യമാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യഖൂമുൽ ലൈല വകാന അയ്യൂബ് സഖ്തിയാനി തങ്ങൾ യഖൂമുൽ ലൈല കുല്ല, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുമായിരുന്നു. ശ്രദ്ധിക്കണം, ഒരൽപ്പം പോലും ഉറങ്ങാതെ ഇശാ നിസ്കാരം കഴിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങും. യഖൂമുൽ ലൈല കുല്ല ഫയുഖ്ഫി ദാലിക, എന്നിട്ട് രഹസ്യമാക്കി വെക്കും, ആരും അറിയാതെ, സൗണ്ട് ഒന്നുമില്ല, ഭാര്യക്കും മക്കൾക്കൊന്നും അറിയാതെ രഹസ്യമായിട്ട് ഇങ്ങനെ നിസ്കരിച്ച് സുബഹിന്റെ ബാങ്ക് ആകുമ്പോ എന്താകും? ഫൈദാകാന ഇൻദ സുബ്ഹി, ഉറക്കം നണിക്കൂലെ ഇങ്ങനെല്ലാം ആക്കിയിട്ട് അതേപോലെ ഒച്ച ഉണ്ടാകും. എന്തിന്? കുടുംബക്കാരും വീട്ടുകാരൊക്കെ വിചാരിക്കട്ടെ ഇയാൾ ഇപ്പൊ എണിച്ചിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ ചെയ്യോ? കുടുംബക്കാരൊക്കെ വിചാരിക്കട്ടെ ഇയാൾ ഇപ്പൊ എണീറ്റിട്ടുള്ളൂ. രാത്രി മുഴുവനും നിസ്കരിച്ച് സുബഹി വരെ നിസ്കരിച്ചിട്ട് സുബഹിയുടെ സമയമാകുമ്പോ ഉറക്കുന്ന എണീക്കുന്നത് ഒരു കോട്ടുവായക്കയുടെ ഒരു ശബ്ദം, ഒരു ഒച്ച ഉണ്ടാകും. ആ ഒച്ച എന്തിനാ ഉണ്ടാക്കുന്നത്? ഞാൻ ഇതുവരെ ഉറങ്ങായിരുന്നു എന്ന് മനസ്സിലാക്കട്ടെ. നമ്മളോ സുബഹിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ എണീറ്റിക്കും. എണീറ്റിട്ട് നമ്മൾ ഉറക്കം ഓതും. എന്തിന്? ഞാൻ ഇതുവരെ ഓതായിരുന്നു എന്ന് ആളുകൾ വിചാരിക്കട്ടെ. യാ അല്ലാഹ്, നമ്മുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആരും അറിയാതെ രഹസ്യമാക്കി നമ്മൾ ഒരുപാട് അമലുകൾ ഉണ്ടാക്കി വെക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാന അയ്യൂബ്, മഹാനായ ഹമ്മാദ് തങ്ങൾ പറയുന്നുണ്ട്, അയ്യൂബ് എന്നവർ റുബ്ബമാ ഹദ്ദസ ബിൽ ഹദീസ്, വാല് പറയുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉണ്ടാകും. വാല് പറയുമ്പോ ഇടയ്ക്കിടെ നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ കണ്ണിൽ നിന്ന് അറിയാതെ കരയും. ഹദീസ് പഠിപ്പിക്കുമ്പോ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരും. കണ്ണുനീർ തുള്ളി വരുമ്പോ നേരെ സദസ്സിൽ നിന്ന് ഓപ്പോസിറ്റ് തിരിയും. ഇപ്പൊ നിങ്ങളോട് വാല് പറയും, ഞാൻ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പോലൊക്കെ ഇങ്ങനെ തുടക്കുക, നിങ്ങൾക്ക് അറിയിക്കാനുള്ള വഴിയാണ്. നേരെ മറിച്ച് അങ്ങനെയൊക്കെ വരുമ്പോ അറിയാത്തതുപോലെ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ തിരിഞ്ഞിട്ട് അദ്ദേഹം മൂക്കിൽ നിന്ന് മൂക്കി ചീറ്റുന്നത് പോലെയാക്കും, അല്ലെങ്കിൽ കഫൻ തുപ്പുന്നത് പോലെയാക്കും. എന്തിന്? എന്തൊരു ജലദോഷാണെന്ന് പറയുന്നിട്ട്. മനസ്സിലാക്കിയോ? മനസ്സിലായി? അഥവാ ഞാൻ എന്റെ ഈ ആത്മാർത്ഥത, ഈ ഹദീസ് പറയുമ്പോ എന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ ആ നൊമ്പരം, അല്ലാഹുവിനോടുള്ള ആത്മാർത്ഥമായ ആ സ്നേഹം കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്നത് നാട്ടുകാരറിയരുത് എന്ന് എനിക്ക് വല്ലാത്ത ജലദോഷം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇങ്ങനെയൊക്കെ അമലുകൾ മറച്ചു വെച്ച മഹാന്മാർ ഇഷ്ടം പോലെ നമ്മൾക്ക് മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ അവർ ചെയ്യട്ടെ. സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ അവർ ചെയ്യട്ടെ. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ, അയാളുടെ അമലിനോട് വേറെ ഒരാളെയും പങ്കുചേർക്കാതെ അമൽ ചെയ്താൽ മാത്രമേ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂ എന്നാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നത്. മനസ്സിലായ? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ഇവിടെ ഇല്ല നിങ്ങള്? മഴ നല്ല സുഖമല്ലേ? നല്ല മഴയല്ലേ? സലാലയിൽ ഒരു മഴയുണ്ട്, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? സലാലയിൽ പോയ ആളൊക്കെ ആരും പോയിട്ടില്ല. ഞാൻ ഒരാൾ സലാലയിലൊരു മഴയുണ്ട്, അത് വല്ലാത്ത മഴയാണ്. മാഷാ അല്ലാഹ്, എന്തോ ഒരു രസമാണത്. നമ്മുടെ മൂടൽ മഞ്ഞ് പെയ്യുന്നത് പോലെ ഉണ്ടാവും. അവിടെ നിന്നാല് കൊട അവിടെ ആരുപയോഗിക്കും. മഴയാണ്, 3-4-5 മാസം മഴയാണ്. പക്ഷെ ഒരു കുഞ്ഞുമോൻ ഇവിടെ കൊട പിടിക്കൂല.
രാവിലെയും വൈകുന്നേരം എപ്പോൾ ഒരേ ക്ലൈമറ്റ്. ഇതുപോലെ വലിയ വലിയ തുള്ളികളല്ല, തുള്ളി കാണുകയില്ല, വെറും ഒരു മഞ്ഞ് മൂടൽ മിസ്റ്റ് താഴേക്ക് ഇങ്ങനെ വീഴുന്നത് പോലെ ഉണ്ടാകും. എന്നാൽ വെള്ളമൊക്കെ താഴെ ചില സ്ഥലങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. എന്നാൽ കൊട ആരും പിടിക്കൂല, കൊടയുടെ ആവശ്യമില്ല. അങ്ങനെ ഒരു മഴ സലാലയിൽ അത് 4-5-6 മാസം ഉണ്ടാവും. മാഷാ അല്ലാഹ്, നല്ല രസമാണ്. അതേപോലെ നല്ലൊരു സെനറിയാണ്, നല്ലൊരു രസമാണ് ഈ സീൻ. ചെറിയൊരു മഴ, ഒരു തണുപ്പ്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും എല്ലാവരോടും പറയാനുള്ളത്, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അമില അമലൻ സ്വാലിഹാ, സൽപ്രവർത്തനങ്ങൾ ചെയ്യണം. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ, ഒരു കാരണവശാലും അള്ളാഹുവിലേക്ക് മറ്റൊരാളെ പങ്കു ചേർക്കരുത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നിസ്കരിക്കുന്നതിൽ എവിടെയാണ് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നത്? നോക്കണം എന്താ പ്രശ്നം, നമ്മുടെ ഭാഗത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു പറയാണ് സൂറത്തുൽ ബയ്യിനയിൽ 5-ാമത്തെ ആയത്ത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. നമ്മോട് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, വേറെ ഒരാളെ മുഖ്ലിസീൻ, ഖാലിസീങ്ങളായി, നിഷ്കളങ്കരായി, ആത്മാർത്ഥതയുടെ പര്യായം. എന്നിട്ട് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, അല്ലാഹു പറഞ്ഞ വിഷയം, അന അഗ്ന ശുറകാഇ അനിശ്ശിർകി, ശിർക്കിൽ നിന്ന് ഞാൻ ഐശ്വര്യവാനാണ്, ശിർക്ക് ഞാൻ അംഗീകരിക്കൂല. മൻ അമില അമലൻ, ഒരാൾ ഒരു അമൽ ചെയ്തു, അശ്റക മഈ ഫീഹി ഗൈരി, ഞാനല്ലാത്തവരെ കൂടെ കൂട്ടിയാൽ, തറക്തുഹു വശിർക, അവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ വലിച്ചെറിയുമെന്ന് പരിശുദ്ധ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പരിശുദ്ധ ഹബീബിന്റെ ഹദീസാണ്, മർഫൂആയ ഹദീസ്. മനസ്സിലായോ? എന്താണ് ആ ഹദീസ്? അഗ്ന ശുറകാഇ അനിശ്ശിർകി മൻ അമില അമലൻ അശ്റക മഈ ഫീഹി ഗൈരി, ഞാനല്ലാത്തവരെ അമലിൽ കൂടെ കൂട്ടിയാൽ അവനെയും അവന്റെ അമലിനെയും ഞാൻ വലിച്ചെറിയും. ഉദാഹരണം പറയാം, സ്വതക്ക കൊടുക്കുമ്പോൾ മനസ്സിലുള്ള നിയ്യത്ത് 4 ആളുകൾ കാണട്ടെ എന്നാണെങ്കിൽ അവനെയും അവന്റെ സ്വതക്കയെയും അല്ലാഹു വലിച്ചെറിയും. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ചിന്ത എന്റെ ഭാര്യയും എന്റെ കുട്ടിയോളും കാണട്ടെ എന്നാണെങ്കിൽ, പള്ളിയിൽ പോയി സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും നാട്ടുകാർ കാണട്ടെ എന്നുള്ള ചിന്തയാണുള്ളതെങ്കിൽ അവനെയും അവന്റെ നന്മയെയും അല്ലാഹു വലിച്ചെറിയുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഫഅന മിൻഹു, ഞാൻ അവനിൽ നിന്ന് ബരീഉൻ, അവനിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയും, വഹുവ ലില്ലദീ അശ്റക, ആ നന്മ ആർക്കാണോ അവൻ ചെയ്തത്, ആരെ കാണിക്കാനാണോ അവൻ ചെയ്തത്, അവർക്ക് മാത്രമേ ആ നന്മ കിട്ടുള്ളൂ, ഞാനത് സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പേടിക്കേണ്ട ഒരു ഹദീസാണ്. അബൂ സഈദ് തങ്ങൾ പറയുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? ശ്രദ്ധയിൽ എവിടെയല്ലേ? മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെ, ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിനെക്കാളും ഞാൻ പേടിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്ക് ഏറ്റവും പേടി എന്താ? ദജ്ജാലിനാണോ? നിങ്ങൾ ആരെയാ കാത്തിരിക്കുന്നത്? രോഗിയാവാനാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? രോഗം വരുന്നതിന് മുമ്പേ നന്മ ചെയ്യണം. രോഗിയായാൽ പിന്നെ കിടപ്പിലായി നിസ്കരിക്കാനും നന്മ ചെയ്യാനും കഴിയില്ല. അല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് അൽ ഫഖറ, ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഖാദൽ ഫഖറു അൻ യകൂന കുഫ്റാ, ഈ സമ്പത്തുള്ള മുതലാളിമാരോടുള്ള ചോദ്യമാണ്, എന്തേ നിങ്ങൾ നന്മ ചെയ്യാത്തത്? ദരിദ്രരായി മാറാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദരിദ്രരായാൽ നന്മ ചെയ്യാമെന്നാണോ? ഖാദൽ ഫഖറു അൻ യകൂന കുഫ്റാ, ദാരിദ്ര്യമുണ്ടായാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ സാധ്യതയുണ്ട്. പട്ടിണി കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്നത് വാർദ്ധക്യത്തെയാണോ? വാർദ്ധക്യത്തെയാണോ കാത്തിരിക്കുന്നത്? വേണ്ട, വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് ദജ്ജാല് വരാനാണോ? എന്തേ നന്നാവാത്തത്? നന്നാവാൻ കാത്തിരിക്കുന്നത് ദജ്ജാല് വന്നിട്ട് നന്നാവാമെന്നാണോ? വയസ്സായാൽ നന്നാവാമെന്നാണോ? ഖിയാമത്ത് നാളായാൽ നന്നാവാമെന്നാണോ?
ദജ്ജാലിനെ കാത്തിരിക്കുകയാണെങ്കിൽ കേട്ടോളൂ, ഫശർറു ഗായിബിൻ യുൻതദർ, നിങ്ങൾ കാത്തിരിക്കുന്നതിൽ ദജ്ജാലിനെ പോലെ ശർറായ ഒരാൾ ലോകത്ത് വരാനില്ല, ദജ്ജാലിനെ പോലെ അപകടകാരിയായ ഒരാളും വരാനില്ല. അതുകൊണ്ട് ദജ്ജാലിനെ നിങ്ങൾ കാത്തിരിക്കരുതേ. അവിസ്സാ, ഖിയാമത്ത് നാളെടുത്ത് നന്നാവാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഫസ്സാഅതു അദ്ഹാ വ അമർ, ഖിയാമത്ത് നാളിനെ പോലെ കൈപേറിയ മറ്റൊരു ദിവസം നിങ്ങൾക്ക് വരാനില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. മഹാനായ അബൂ സഈദ് തങ്ങൾ പറയാണ്, ദജ്ജാലിനെക്കാളും ഞാൻ നിങ്ങളിലേക്ക് പേടിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, പറഞ്ഞു തരൂ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അശ്ശിർകുൽ ഖഫിയോ, ഷിർക്ക് ചെയ്യലാണ് ദജ്ജാലിനേക്കാൾ എനിക്ക് പേടി. ഏത് ഷിർക്ക്? അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കലല്ല ഈ ഷിർക്ക്. അള്ളാഹുവിന്റെ ഇലാഹ് പശുവും ദൈവാണെന്ന് വിശ്വസിക്കുക, അള്ളാഹുവും ദൈവാണ്, മറ്റുള്ള ഔലിയാക്കളും ദൈവാണെന്ന് വിശ്വസിക്കുക. ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഔലിയാക്കള് ദൈവമാണെന്ന് വിശ്വസിക്കുക, അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക ഷിർക്കാണ്. നമ്മൾ അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവേ ഏത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളായാലും, മുഈനുദ്ദീൻ ചിശ്തി തങ്ങളായാലും, മമ്പൂറൻ തങ്ങളായാലും, മാലിക് ദിനാർ തങ്ങളായാലും, ഏത് അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? അങ്ങനെ തന്നെ നിങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ അള്ളാഹു ഏകനായ ഇലാഹ്, അതെല്ലാവരും അതന്നെ വിശ്വസിക്കുന്നുള്ളൂ. അള്ളാഹു മാത്രമാണ് ഇലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിക്കുന്നവർ. എന്നാൽ ആ ശിർക്കല്ല ഇത്. ശിർക്കുൽ ഖഫി എന്ന് പറഞ്ഞാൽ എന്ത്? നബി തങ്ങൾ പറഞ്ഞു, യഖൂമുർ റജുലു, രാത്രി ഒരാൾ എണീറ്റ് നിസ്കരിക്കും. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിക്കും, ഖിയാമുൽ ലൈൽ നിസ്കരിക്കും. ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു, നല്ല ഭംഗിയായി നിസ്കരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും നാലാള് കാണുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരം വ്യത്യാസമില്ലേ? ഇല്ലേ? ഇല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത് നാലാള് കാണുമ്പോഴുള്ള നിസ്കാരം വ്യത്യാസമുണ്ട്. നാലാള് കാണുമ്പോൾ ഒന്ന് സൂക്ഷ്മതയോട് നിസ്കരിക്കും. എന്തിന്? ഇങ്ങനെ വല്ലാത്ത ഭയഭക്തിയായിരിക്കും. നേരെ ഒറ്റക്കാണ്, യാ അല്ലാഹ്, എണീറ്റതും അറിയില്ല, പോയതും അറിയില്ല. അപ്പൊ അങ്ങനെ നബി തങ്ങൾ പറയാൻ, അയാൾ എണീക്കും, ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്ത, നിസ്കാരത്തെ അയാൾ ഭംഗിയാക്കും, വളരെ മനോഹരമായി നിസ്കരിക്കും. എന്തിന്? ലിമാ യറാ മിൻ നദരി റജുലിൻ, ഏതോ ഒരാൾ അവിടെ നിന്ന് നോക്കുന്നത് കണ്ടു. പള്ളിയിൽ കുറെ ആളുകളുണ്ട്, അവരൊക്കെ എന്നെ ശ്രദ്ധിക്കാന്ന് തോന്നിയ വല്ലാത്ത ഖുശൂആയിരിക്കും. ചുണ്ടൊക്കെ അനക്കിയിട്ട് പഠിച്ചവനൊന്നും പറയണ്ട, തടിക്കിങ്ങനെ വർപ്പിക്കും ഖുശൂല്. അപ്പൊ ഇതൊക്കെ ഷിർക്കിന്റെ ഭാഗമാണ്. ഷിർക്കുൽ ഖഫി, ദജ്ജാലിനെക്കാളും പേടിയാണ് ഈ വിഷയം. നിസ്കാരം മാത്രമല്ല, സദഖയായാലും ഖുർആനോത്തായാലും എന്തായാലും ദജ്ജാലിനെക്കാളും പേടിക്കേണ്ട വിഷയമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഷിർക്കുൽ ഖഫി. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അമലുകളിൽ ഒരു അമല് പോലും മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്തു പോവരുത്. എല്ലാം നഷ്ടപ്പെടും. അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയാതെ നമ്മൾ കഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ അമലുകൾ വളരെ രഹസ്യമാക്കി ഒരാളും അറിയാതെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നിരന്തരമായി ഒരാളെ കാണാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നിരന്തരമായി ഒരാളെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ പെട്ടെന്ന് കാണാതെ, അയാളെ കാണുന്നില്ല, ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരാളെ പിന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചു, അയാൾ എവിടെ? അയാളെ കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എന്തോ ഒരു കടം കാരണം അയാൾ പ്രയാസപ്പെട്ട് കിടക്കുകയാണ് എന്ന് മനസ്സിലായത്. നിരന്തരമായി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളിൽ നിന്ന് ഹദീസും മറ്റുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരനെ കാണാതിരിക്കും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, 10,000 ദിർഹം, 10,000 ദിർഹമിന്റെ കടം കൊണ്ട് അയാൾ പ്രയാസപ്പെടുന്നുണ്ട്. അയാള് ജയിലിലാണ്. മുആഖബുൻ അലാ 10,000 ദിർഹമിൻ ദൈനിൻ, 10,000 ദിർഹം കടം കൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നേരെ കടക്കാരന്റെ അടുത്തേക്ക് പോയി. സ്വാഹിബുദ്ദൈൻ, ആർക്കാണോ അയാൾ കടം കൊടുക്കേണ്ടത് അയാളുടെ അടുത്തേക്ക്, കടക്കാരൻ മീൻസ് കടം കൊടുത്താൽ എടുത്തു. ഇയാള് ജയിലിലാണ്. 10,000 കൊടുക്കാനുള്ള വ്യക്തിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആ 10,000 ദിർഹം മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നൽകി.
എന്നിട്ട് പറഞ്ഞു, ഇനി ഇയാളെ നിങ്ങൾ ശിക്ഷിക്കരുത്, ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹത്തോട് വഹല്ലഫഹു, സത്യം ചെയ്യിപ്പിച്ചു. എന്ത്? അല്ലാ യുഖ്ബിറ അഹദൻ മാ ആശ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ 10,000 തന്നത് ഒരാളോടും പറഞ്ഞു പോവരുത് എന്ന്. ഈ ജയിലിൽ കിടക്കുന്ന ഈ സുഹൃത്തിനോട് പോലും പറയരുത്. ശ്രദ്ധിച്ചാ, ഇപ്പൊ ഞാൻ ഉദാഹരണം, നിങ്ങൾപ്പെട്ട ഒരാൾ 10,000 രൂപ കൊടുക്കാനുണ്ട്, ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അയാൾ ജയിലിലാണ്. ഇപ്പൊ ഞാൻ ഇയാളടുത്ത് പോയിട്ട് നിങ്ങൾക്ക് 10,000 അല്ലേ കിട്ടാനുള്ളത്, എന്നാ പിടിച്ചോ, അയാൾ നിങ്ങൾ മോചിപ്പിക്കണം, ഞാൻ തന്നു എന്ന് അയാളോടും പറയരുത്, വേറെ ഒരാളോടും പറയരുത്, അയാളെ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹം മരിക്കുന്ന സമയം വരെ, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയം വരെ ഒരാളും അറിഞ്ഞില്ല. എന്തിനേറെ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി പോലും അറിഞ്ഞില്ല എന്നെ സഹായിച്ചത് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണെന്ന്. അലിയുൻ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന പ്രഗൽഭനായ നമ്മുടെ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും രാത്രി ഓരോ വീടാന്തരം കയറി സഹായിക്കുമായിരുന്നു. വീടാന്തരം കയറി സഹായിക്കുമായിരുന്നു. എന്താ പണിയെന്നറിയോ? രാത്രിയായാൽ വലിയ ചുമന്ന് ഇവിടെ മുതുകിൽ ചുമട് വെക്കും. അരി, ധാന്യമണികൾ, മറ്റുള്ള വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾക്ക് ഇവിടെ വെക്കും. ഇവിടെ വെച്ച് അത് ചുമന്നിട്ട് രാത്രി ഡോർ മുട്ടിയിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ ഏതൊക്കെ വീടിലാണോ പട്ടിണിയുള്ളത് അവരൊക്കെ സഹായിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരും. ആരാണിത് എന്ന് ഒരാൾക്കും അറിയില്ല. അലിയൻ സൈനുൽ തങ്ങളാണെന്ന് മുഖം പോലും മറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആരായി സഹായിക്കുന്നത് എന്ന് ഒരു വീട്ടുകാർക്ക് പോലും അറിഞ്ഞില്ല. വർഷങ്ങളോളം ചെയ്തു. അങ്ങനെ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ലോകത്തോട് വിട പറയാൻ. അദ്ദേഹം മരിച്ച ദിവസം നിരന്തരമായി വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്ന ആ സഹായം വീട്ടിലേക്ക് എത്താതിരുന്നു. പിന്നെ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുതുക് നിറയെ കറുത്ത പാടുകളാണ്. രാത്രി മുഴുവനും വീട്ടുകാർക്കുള്ള സാമഗ്രികൾ മുതുകിൽ ചുമന്ന് കൊണ്ടുപോയി ദിവസങ്ങളോളം വർഷങ്ങളോളം ചെയ്ത് മുതുക് മുഴുവനും തേമ്പിച്ചു നിൽക്കുകയാണ്. മരണം വരെ ആരാണ് സഹായിച്ചത് എന്ന് ഒരു കുഞ്ഞുമോന് പോലും അറിഞ്ഞിട്ടില്ല ഇത് സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നു എന്ന്. മരണത്തിനു ശേഷം അറിഞ്ഞത്, ഒന്ന് ഇദ്ദേഹത്തിന്റെ മുതുകിലെ പാടും, രണ്ട് നിരന്തരമായി ലഭിക്കാറുള്ള ഭക്ഷണം ഇദ്ദേഹത്തിന്റെ മരണശേഷം മുടങ്ങിയപ്പോഴാണ്. ഇങ്ങനെയുള്ള വല്ല അമലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്ത അമലുകൾ ഓൺ ദി സ്പോട്ട് സെൽഫി എടുത്ത് നമ്മൾ വിടുകയാണ്, അല്ലേ? എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കണമെങ്കിൽ ഫോട്ടോ വേണം നമ്മൾക്ക്. ഫോട്ടോ ശരിയായില്ലെങ്കിൽ ഉസ്താദ് ഒന്നും കൂടി കൊടുക്കൂ, രണ്ടാമതും കൊടുക്കണം. എന്തിന്? ഫോട്ടോ ശരിയാക്കി. നമ്മളൊരു വീട് കൊടുത്താൽ, നമ്മളൊരു കുട്ടിയെ ചികിത്സിച്ചാൽ, നമ്മൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ നമ്മൾ എന്ത് സഹായം ചെയ്താലും അതിനൊരു പേരും പ്രശസ്തിയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വിഖായയുടെ പ്രവർത്തകരുടെ ഒരു വിഷയം സുപ്രഭാതത്തിൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സജീവൻ സാർ എഴുതിയതാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും അവർ ചെയ്യുന്ന സഹായങ്ങളും ദുരിതാശ്വാസ സമയത്ത്, പ്രളയത്തിന്റെ സമയത്ത് അവർ ചെയ്യുന്ന സഹായങ്ങൾ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തേ ഇവരുടെ പ്രവർത്തനങ്ങൾ മാത്രം വരാത്തത് എന്നൊരു സംശയം ചോദിച്ചു. നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്ന് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോട് ചോദിച്ചു. നിങ്ങൾക്ക് സ്വന്തം പത്രമുണ്ടായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതിക്കൂടെ? നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോകൾ അച്ചടിച്ചു വിട്ടുകൂടെ? ലോകം അറിയൂലേ? അപ്പൊ ഇതിന്റെ വിഖായയുടെ പ്രവർത്തകർ, SKSSF നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നാട്ടുകാർ കാണാനും അറിയാനുമല്ല. ഞങ്ങൾ പേര് വേണ്ട, പത്രത്തിലെ ഫോട്ടോകൾ ഞങ്ങൾക്ക് ലക്ഷ്യമല്ല, ഞങ്ങൾക്കതിന്റെ താല്പര്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ സേവനമാണ്. ഏത് വിഷയം വരുമ്പോഴും, ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും ഓടിച്ചാടി നമ്മുടെ വിഖായയുടെ പ്രവർത്തകർ ചാടിയെത്തുന്നത് ഇങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് മുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നലെ മഹാനായ നമ്മുടെ മുത്തുക്കോയ ജിഫ്രി തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനും കരുത്തനുമായ പ്രസിഡന്റ്, നമ്മൾക്കേറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ബഹുവന്യർ ഇന്നലെ പറഞ്ഞു, ഹജ്ജിന് പോയ സമയത്ത് വിഖായയുടെ പ്രവർത്തനം കണ്ടിട്ട് ഹുക്കൂമത്ത് സഊദിയിൽ നിന്ന് വരെ അവർക്ക് ഉപഹാരം ലഭിച്ചിട്ടുണ്ട്, അവർക്ക് പ്രത്യേകം അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ മക്കളെ ഈ ഒരു പടയണിക്ക് കീഴിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രഗൽഭരായ ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ മഹാന്മാരുടെ കീഴിൽ നമ്മൾ വളർത്തണം. അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. SKSSF ആയാലും, SYS ആയാലും, സമസ്തയായാലും, SBV ആയാലും എല്ലാവർക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ, വ്യക്തമായ മാർഗരേഖകൾ
അവരെ നോട്ട് ചെയ്യുന്നുണ്ട്, അവരെ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിലും ഗൾഫിലൊക്കെ നിരന്തരമായി വിശ്രമമില്ലാതെ ഓടിച്ചാടി നടന്ന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ എല്ലാ വിക്കായയുടെ പ്രവർത്തകർക്കും, ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള എല്ലാ വിക്കായയുടെ പ്രവർത്തകർ, അതുപോലെ മറ്റുള്ള ചാരിറ്റി പ്രവർത്തകർക്കൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് ആശംസയും പ്രാർത്ഥനയും ഞാൻ നേരുന്നു. ദുആ കൊണ്ട് ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ. അള്ളാഹു അവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. ലൈവ് ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിൽ ഇൽമ പ്രചരിപ്പിക്കുന്ന ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകളുണ്ട്. വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴിയൊക്കെ ഓൺലൈനിലൂടെ ഇൽമ പ്രചരിപ്പിക്കുന്നവർ, ജോലിയുടെ ഇടയിൽ, പ്രാരാബ്ദങ്ങൾക്കിടയിൽ എല്ലാം മാറ്റിവെച്ച് ജനങ്ങളിലേക്ക് വീഡിയോകളും വാലുകളും എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, അള്ളാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മലപ്പുറം ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പകരം നൽകട്ടെ. അള്ളാഹു ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പകരം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യട്ടെ. ഞാൻ നിർത്തണ മാലിന്യ വരുന്നവരെ തുടരുന്ന പ്രശ്നമുണ്ടോ? എത്തിയോ? എന്നാ പിന്നെ നിർത്തണം. തുടങ്ങിക്കോളൂ. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളൊക്കെ എന്ത് ചെയ്യാ? നിങ്ങൾ ദുആ ചെയ്യുക. എന്റെ മോഷൻ വളരെ സീരിയസ് ആയി രോഗിയാണ്. ഒരുപാട് മാസങ്ങളായി വളരെ ഖൈറായ രീതിയിൽ എന്താണോ ഖൈർ അല്ലാഹു തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. മരണം ഖൈറാണെങ്കിൽ മരണം, ജീവിതം ഖൈറാണെങ്കിൽ ജീവിതം. അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകാൻ നമ്മൾക്കൊക്കെ ദുആ ചെയ്യാം. അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാണെങ്കിൽ ആഖിബത്ത് നന്നായി പുഞ്ചിരിയോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസീക്കും ബിദ്ദുആ. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. പ്രത്യേകമായി ആത്മാർത്ഥമായി പറയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ഏതായാലും ഇവിടെ മണിർ ഉസ്താദ് വരുന്നതിന് മുമ്പ് ഒരൽപ്പം പിന്നെ മജ്‌ലിസ് നൂറൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്ത് സാബിർക്ക 25,000 രൂപ ഈ ഒരു സംരംഭത്തിലേക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എന്താണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ഈ ഒരു സംഭാവന കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേറൊരു സുഹൃത്ത് ഒരു 15,000 രൂപ, അങ്ങനെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ട് ഇവിടെ കൊടുത്താൽ മതി. 15,000, 5,000, 2,000, 500 എത്രയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വരുമാനം, സഹോദരിമാരെ, സ്വർണ്ണങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തോളൂ. ഇത് കൊടുത്ത നാൾ ആഖിറത്തിലേക്ക് ഉണ്ടാകും. 25 പവന്റെ സ്വർണം ഒരു വെള്ളിയാഴ്ച ജുമയ്ക്ക് ഒരു പെണ്ണ് തന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. മനോഹരമായി വെട്ടിത്തിളങ്ങുന്ന പുതിയ ഒരു സ്വർണത്തിന്റെ വളകൾ 25 പവനും, അതുപോലെ ഒരു ചില്ലാനം പൊന്നുള്ള വലിയൊരു കവർ നമ്മുടെ ഒരു സഹോദരി, പേര് പോലും പറയാതെ, നമ്മുടെ മഹല്ലിലുള്ള ഒരു മദ്രസ നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു രൂപ, ഒരു പവൻ അല്ലെങ്കിൽ ഒരു അരപ്പവൻ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നന്മയുടെ പ്രതീകം, ഇങ്ങനെ ഒരു നന്മയുടെ സൗധം വളർന്നു വരണം. ഇതിന് പൂർണ്ണമായി സഹകരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായി സംഭാവന ചെയ്ത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന മാണിർ ഉസ്താദ് അവர்கள் അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഉസിക്കും ബിദുആ. ജസാകുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.